Hello, sir. മാർക്ക് ചെയ്തിട്ടുള്ള ഡിവിൻ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, നമ്മൾ IoT-യുടെ സിവിൽ എഞ്ചിനീയറിംഗിലെ ആപ്ലിക്കേഷൻസും എവിടേക്കാണ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ഇന്നലെ നിർത്തിയത് നമ്മൾ ഈ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്, അതായത് ഡ്രോൺ അങ്ങനത്തെ കാര്യങ്ങളുടെ ആപ്ലിക്കേഷൻ അതെങ്ങനെയാണ് IoT വഴി കണക്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോൺക്രീറ്റ് ക്യൂറിങ്ങിനെ കുറിച്ചാണ്. കോൺക്രീറ്റ് ക്യൂറിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് കോൺക്രീറ്റ് ക്യൂറിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ബേസിക്കലി എന്താണ്, എന്ത് സിമെന്റ് ഉപയോഗിച്ച് ചെയ്യുന്ന എന്ത് സിവിൽ വർക്കിനും ക്യൂറിങ് അത്യാവശ്യമാണ്. ക്യൂറിങ് എന്തിനാന്ന് വെച്ചാൽ, നമ്മളൊരു വാട്ടർ സിമെന്റ് റേഷ്യോ ഫിക്സ് ചെയ്തിട്ടാണ് ഈ കോൺക്രീറ്റിങ് അതേപോലെ പ്ലാസ്റ്ററിങ് എന്താണേലും നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ പോയിന്റിങ് എന്ന് പറഞ്ഞാൽ ബ്രിക്കുകളുടെ ഇടയിൽ നമ്മൾ കിട്ടാൻ വേണ്ടി സിമെന്റ് വെക്കുന്നത്. അങ്ങനെ എന്ത് സിമെന്റ് വരുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വാട്ടർ സിമെന്റ് റേഷ്യോ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ മിക്സ് പ്രൊപ്പോർഷൻ ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ പക്ഷേ ഫസ്റ്റിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇത് ക്യൂർ ചെയ്യണം. ക്യൂർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവാപ്പറേഷൻ സംഭവിച്ച് ഇതിന്റെ അകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള വാട്ടർ ഇവാപ്പറേറ്റ് ആയി പോയാൽ പിന്നെ അവിടെ വാക്വം ആവും. അത് സ്ട്രെങ്ത് കുറയ്ക്കും. അപ്പൊ വാട്ടർ എന്ത് ചെയ്യണം, അവിടെ തന്നെ നിൽക്കണം. ഇത് സെറ്റ് ആകുന്നവരെ, കോൺക്രീറ്റ് കംപ്ലീറ്റ്ലി അതിന്റെ സ്ട്രെങ്ത് കിട്ടുന്നവരെങ്കിൽ എന്ത് ചെയ്യണം, ഫുൾ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നവരെങ്കിൽ നമ്മൾ കൊടുത്ത വാട്ടർ അവിടെ തന്നെ ഉണ്ടാവണം. ആ വാട്ടർ കണ്ടന്റ് ഇവാപ്പറേറ്റ് ആയി പോയിട്ട് അതിന് വേണ്ടിയാണ് നമ്മൾ ക്യൂറിങ് നടത്തുന്നത്. പലതരത്തിൽ ക്യൂറിങ് ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുള്ള സ്ലാബ് ഒക്കെയാണ്. നമ്മളിപ്പോൾ റൂഫ് സ്ലാബ് ഒക്കെ ആണെങ്കിൽ അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ രീതിയിൽ നമ്മൾ പോണ്ടിങ് നടത്തും. അതായത് ചെറിയ പോണ്ട് പോലെ കെട്ടിയെടുത്തിട്ട് ഒരു 5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ തിക്കിലേക്ക് നമ്മൾ വെള്ളം കെട്ടിയെടുക്കുക. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവാപ്പറേഷൻ സമയത്ത് ഈ വെള്ളമായിരിക്കും ആദ്യം ഇവാപ്പറേറ്റ് ചെയ്ത് പോവുക. നമ്മളുടെ സിമെന്റിന്റെ കൂടെ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത വെള്ളം സിമെന്റ് കംപ്ലീറ്റ് അതിന്റെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് വരെ അവിടെ തന്നെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യൂറിങ് നടത്തുന്നത്. അപ്പൊ ക്യൂറിങ്ങിൽ എങ്ങനെയാണ് നമ്മളുടെ ഈ IoT സഹായിക്കാൻ നോക്കാം. അപ്പൊ another existing trend shaking up the construction industry involves the application of IoT in concrete curing. Here sensors are embedded in concrete during casting, and they follow the curing of concrete in real time, allowing the construction manager to monitor and plan their schedules with certainty. അതായത് നമുക്ക് പലപ്പോഴും നമ്മൾ ക്യൂറിങ് നടത്തുന്നത് ഒരു സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ്. അതായത് ചിലപ്പോൾ 7 days ക്യൂറിങ് വേണം, ചിലപ്പോൾ 28 days ക്യൂറിങ് വേണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ പല ക്യൂറിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നടത്തുക. അപ്പൊ നമുക്ക് അതൊരു കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആണ്, എല്ലാ കോഡുകളിലും എഴുതപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ പ്രൊജക്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അത് ക്യൂർ ആയോ, എങ്ങനെയുണ്ട് അതിന്റെ ക്യൂറിങ്ങിന്റെ കപ്പാസിറ്റി ഒക്കെ നമ്മൾ സെൻസേഴ്സ് വെക്കാം. സെൻസേഴ്സ് വെച്ച് എന്താ ചെയ്യുക, ഇതിന്റെ അകത്തുള്ള മോയ്സ്ചർ കണ്ടന്റ് ഇത് എന്ത് ചെയ്യും, നമുക്ക് കാണിച്ചു തരും. അപ്പം മോയ്സ്ചർ കണ്ടന്റ്, അതിന്റെ അകത്തുള്ള കംപ്ലീറ്റ് മോയ്സ്ചർ കണ്ടന്റ് പൂർണ്ണമായിട്ടും കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ച് റിയാക്ട് ആവുന്ന വരെ നമ്മൾ ക്യൂറിങ് നടത്തണം. എത്ര കാലത്തേക്ക് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും എന്നതാണ് പരിശോധിക്കാൻ പറ്റുന്ന സെൻസേഴ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സഹായിക്കാൻ ശ്രമിക്കുന്നത്. സോ അങ്ങനെയാണ് നമ്മൾ IoT-ന്റെ ആപ്ലിക്കേഷൻ. ഒബ്വിയസ്ലി ആ സെൻസേഴ്സ് നമ്മളുടെ സിസ്റ്റംസ് ആയിട്ട് ഇന്റർനെറ്റ് വഴി കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു IoT-ന്റെ ആപ്ലിക്കേഷൻ ആണ്. നെക്സ്റ്റ് ആണ് വേസ്റ്റ് മാനേജ്മെന്റ് സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിംഗ്. അതായത് വേസ്റ്റ് മാനേജ്മെന്റ് സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിംഗ് നമുക്ക് വലിയൊരു വിഷയമാണ് ഈ കാലത്ത്. വേസ്റ്റ് മാനേജ്മെന്റ് is a critical consideration on a modern construction site, especially nowadays given the increased attention to the carbon footprint of the construction process. കാർബൺ ഫുട്പ്രിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരുപാട് നിങ്ങൾ കേൾക്കാനുള്ള ടേംസ് ആണ്. അതായത് എത്ര കാർബൺ എമിഷൻ വരുന്നുണ്ടെന്നാണ്. This is also crucial to immediately clean trash on a job site to create space and reduce hazards. അത് നമുക്ക് പല ട്രാഷുകളും നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലുണ്ടാവും. അതുപോലെ വേസ്റ്റ് അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് സ്പേസ്, നമുക്ക് അനാവശ്യമായിട്ട് സ്പേസ് ഈ വേസ്റ്റുകൾ എടുക്കുന്നത് ഒഴിവാക്കാനും, പിന്നെ രണ്ടാമത് ഇതുപോലെ ഹസാർഡ്സ് ഒഴിവാക്കാൻ വേണ്ടി. അതായത് നമ്മൾ വേസ്റ്റ് കൂട്ടിയിടുകയാണെങ്കിൽ ഇപ്പം പലതും ഇപ്പോൾ കോൺക്രീറ്റ് വേസ്റ്റുകളൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മളുടെ സ്ഥലം ഓക്യുപ്പൈ ചെയ്യുകയും ചെയ്യും. അതിന്റെ കൂടെ നമ്മളെ ഒരു എന്താ പറയാ, ചിലപ്പോൾ ഹസാർഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാവും. ചിലപ്പോൾ അവരെ അറിയേണ്ട ആളുകൾ അവിടെ പോയി സ്റ്റാമ്പ് ചെയ്യാനോ അത് തട്ടി വീഴാൻ അങ്ങനെയൊക്കെ സാധ്യതകളൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ വേസ്റ്റ്, കോൺക്രീറ്റ് വേസ്റ്റുകളൊക്കെ ഉണ്ട്. കോൺക്രീറ്റ് വേസ്റ്റ് അല്ല, എന്ത് വേസ്റ്റ് ആണെങ്കിലും കൺസ്ട്രക്ഷൻ സൈറ്റിൽ മാറ്റണം. For monitoring waste disposal bins or vehicles in a
cost-effective way is now possible through IoT trackers. ബേസിക്കലി നമ്മൾ ട്രാക്കേഴ്സ് ആണ് വെക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ വേസ്റ്റ് മുഴുവൻ ഒരു നിങ്ങളുടെ വെഹിക്കിൾസിനകത്തൊക്കെ ചെയ്യും, അവരെ സ്ഥലത്ത് കൊണ്ട് വെക്കും. എന്നിട്ട് അതിനെ നമ്മൾ ട്രാക്ക് ചെയ്യും. അതായത് എവിടെയാണ് വേസ്റ്റ് ലെവൽ വെച്ചിരിക്കുന്നത് എന്നതിന്റെ ട്രാക്കിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. So failure to handle waste properly may result in penalties for the contractor from authorities. എന്നാണ് പറയുന്നത്. അതായത് വേസ്റ്റ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള ഫെയിലിയർ എന്തായിരിക്കും, അത് പെനാൽറ്റിയിൽ റിസൾട്ട് ചെയ്യും അതോറിറ്റീസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലൊക്കെ ഈ കോൺട്രാക്ടർ ചുമതലയാണ് കൺസ്ട്രക്ഷൻ സൈറ്റിലുള്ള എല്ലാ വേസ്റ്റും പ്രോപ്പറായിട്ട് മാറ്റുക എന്നുള്ളത്. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, പെനാൽറ്റീസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുപോലെ അവിടെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം, വെറുതെ പോയി ഡംപ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ പല മോണിറ്ററിങ് കാര്യങ്ങൾ. ഇപ്പോൾ ഒരു വേസ്റ്റ്, ഇപ്പോൾ ഒരു കോൺക്രീറ്റ് ഒരു എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കാം നമ്മുടെ സൈറ്റിലുള്ള. ആ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് നമ്മൾ ഡിമോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറെ വേസ്റ്റുകൾ ഉണ്ടാവും. ആ വേസ്റ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അത് ഒരു ട്രക്കിലേക്ക് മാറ്റി അതിനകത്ത് ട്രാക്കിംഗ് ഡിവൈസ് വെച്ച് ആ വേസ്റ്റുകൾ എവിടെയാണോ ഉള്ളതെന്ന് നമുക്ക് കറക്റ്റ് ട്രാക്കിംഗ് ഐഡിയ കിട്ടും. ഒരുപക്ഷെ നമ്മൾ വേറെ ആൾക്ക് സബ് കോൺട്രാക്ട് കൊടുക്കുകയും ചെയ്യാം. അവരത് വേറെ എല്ലാം കൊണ്ട് ഡിസ്പോസ് ചെയ്യണം പ്രോപ്പറായിട്ട്. അയാളുടെ എവിടെയും ഡംപ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എവിടെയാണ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ട്രാക്കിംഗ് വെക്കുന്നത്. അപ്പോൾ ഇന്റർനെറ്റ് IoT ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിംഗ് to detect vibrations, cracks and conditions of critical building members and save structure during and after construction. അതായത് നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റ് മാത്രമല്ല, നമ്മൾ സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിംഗ് എന്ന് പറയും. അതായത് നമ്മളുടെ ബിൽഡിങ്ങിന്റെ പല കമ്പോണൻസും, അതായത് കുറച്ച് ബീം ആണെങ്കിൽ സ്ലാബ് ആണെങ്കിൽ അവിടെ അധികം എക്സസ് ആയിട്ട് ഡിഫ്ലക്ഷൻ വരുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ ക്രാക്സ് ഉണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഡാംനെസ് വരുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ, ഇതൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ സ്ട്രക്ചറൽ ഹെൽത്തിനെ. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യാൻ കഴിയും, പ്രോപ്പറായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയും ഇതുപോലത്തെ IoT വെച്ച്. ഓൺ റിയൽ ടൈമിൽ നമുക്ക് നേരെ സമയം പോലെ തന്നെ നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മളുടെ സിസ്റ്റത്തിൽ കിട്ടും. അപ്പൊ അതൊക്കെയാണ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ പുറമെയുള്ള ഉപയോഗം, സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിംഗ് എന്ന് പറയും. ഇപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ഞാൻ പണ്ട് പറഞ്ഞ ഓർമ്മയുണ്ടോ, അതായത് നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ചില സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യും. പണ്ട് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് നമ്മൾ ഇപ്പം പ്രത്യേകിച്ച് ചില ബ്രിഡ്ജസിലൊക്കെയാണ് ബേസിക്കലി ഇത് യൂസ് ചെയ്യുക. നമ്മളൊരു 1 എൻഡിൽ നിന്ന് നെക്സ്റ്റ് എൻഡ് വരെ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ നല്ല ടൈറ്റ് ആയിട്ട് കൊടുക്കും ഇതിന്റെ അകത്ത് കൂടി. ഇതിനകത്ത് എന്തെങ്കിലും എക്സസ് ഡിഫ്ലക്ഷൻ സംഭവിച്ചാൽ അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ എന്താവും, ബ്രേക്ക് ആവും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സിഗ്നൽ കിട്ടിക്കൊണ്ട്, സിഗ്നൽ കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം, സിഗ്നൽ കിട്ടിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവിടെ എവിടെയോ ഫൈബർ ബ്രേക്ക് ആയിട്ടുണ്ട്, അവിടെ എവിടെ നമ്മളുടെ ഡിസൈഡ് ചെയ്തതിനേക്കാളും കൂടുതൽ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ക്രാക്ക് കോൺക്രീറ്റിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിംഗ് നടത്തുന്നത്. സോ ഇതാണ് ഒരു നെക്സ്റ്റ് യൂസ്. ഇതിനുള്ള കറക്റ്റിവിറ്റി പ്രിവെന്റീവ് മെയിൻ്റനൻസ്. So with the development of business, one of the critical operational prices is instrumentality repairs. However, with the advancement created within the fields of embedded code, sensor technology, property tools and machine related to IoT construction industry offers preventive maintenance. Instead of corrective maintenance, preventive maintenance approach allows needing a fix. അതായത് പ്രിവെന്റീവ്, നമ്മൾ പ്രിവെൻഷൻ ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് സെയിം കാര്യം തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് കറക്റ്റീവ് മെയിൻ്റനൻസ് ആണ് നമ്മൾ ലീസ്റ്റ് പ്രിഫർഡ് ആയിട്ടുള്ളത്. അതിന് പകരം പ്രിവെന്റീവ് മെയിൻ്റനൻസ്, അങ്ങനെ ഒരു കാര്യം സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്ത് നമുക്കൊരു ഡാറ്റയും കിട്ടുന്നില്ല. അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സ്ട്രക്ചറൽ ഹെൽത്ത് മോണിറ്ററിങ്ങിന്റെ കാര്യമാണെങ്കിൽ പോലും നമുക്ക് അവസാനം വരെ കാരണം ഡാറ്റ കിട്ടുന്നില്ല. നമ്മൾ ക്രാക്ക് ഉണ്ടായ ശേഷമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ ഇങ്ങനെ ക്രാക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യും, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വളരെ നേരത്തെ മനസ്സിലാവും ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ പോകുന്നുണ്ട്. സോ അതിന് വേണ്ടി നമുക്ക് കറക്റ്റീവ് മെഷേഴ്സ്, നമുക്ക് പ്രിവെന്റീവ് മെഷേഴ്സ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. കറക്റ്റീവ് മെഷേഴ്സ് അല്ല, കറക്റ്റീവ് മെഷേഴ്സ് വരുന്നത് ആ ബിൽഡിങ്ങിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ച ശേഷം. പ്രിവെന്റീവ് മെഷേഴ്സ് എന്താ ചെയ്യുന്നു, ആ ബിൽഡിങ്ങിന് ഡാമേജ് സംഭവിക്കാതിരിക്കാനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം പല സ്ഥലത്തും ഡാമേജ് ഒക്കെ വരും. പലപ്പോഴും ഇത് അൺനോട്ടീസ്ഡ് ആയിരിക്കും. എപ്പോഴായിരിക്കും അത് നോട്ടീസ് ആവുക, ആ ഡാമേജ് വന്ന് നമ്മളുടെ സ്ലാബിലേക്ക് ഇറങ്ങി, നമ്മൾ കോൺക്രീറ്റിലേക്ക് ഇറങ്ങി അതിനകത്തുള്ള റീഇൻഫോഴ്സ്മെന്റ് ബാർ, അതായത് സ്റ്റീൽ ബാറുകളിലെ കൊറോഡ് ചെയ്ത് ആ കൊറോഷൻ പിന്നീട് എന്തിലേക്ക് നയിക്കും, ആ കൊറോഷൻ എന്ത് സംഭവിക്കുക വെച്ചാൽ പിന്നീട് ക്രാക്കിങ്ങിലേക്ക് നയിക്കും. ആ ക്രാക്കിംഗ് വെച്ച് അത് എന്താവുന്ന വെച്ചാൽ അവിടെ നമ്മളുടെ സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റി തന്നെ ബാധിക്കും.
അപ്പൊ ഇത്രയും കാലം വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും പോയി നമുക്ക് അവിടെ ഒരു ഡാമേജ് ഉണ്ട് എന്ന് നമുക്ക് നേരത്തെ മുൻകൂട്ടി കണ്ടുപിടിക്കാൻ കഴിയും. അതാണ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. Next is reduce administrative expedience. The IoT in construction industry offers period info to create a lot of precise forecast, data-driven choices. It informs about altering tasks that might have relied on manual process. With IoT, paperwork, lost or late forms, low accuracy, and unwanted internet interval become a factor of the past. അതായത് നമ്മൾ IoT വെക്കുന്നത് എന്തായാലും നമ്മളെ പേപ്പർ വർക്ക് നമുക്ക് വലിയൊരു മോചനം കിട്ടും. പേപ്പർ വർക്കിന്റെ പ്രശ്നം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്തായിരിക്കും പേപ്പർ വർക്ക്, അത് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഫയൽ പോലെയൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ എന്താ ചെയ്യുക, നമ്മളുടെ ഒരു കോമൺ ഡാറ്റാബേസിലൊക്കെ ആയിരിക്കും കളക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരാൾ സ്ഥിരമായിട്ട് നോക്കാനുണ്ടാവും സിഗ്നൽസ് വരുന്നത് എങ്ങനെയാണ്, സെൻസേഴ്സ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് കുറയ്ക്കുക എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഒരുപാട് പേപ്പർ വർക്കുകൾ, അൺവാൻഡ് ഇന്റർവെൽസ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഒരുപാട് ഫോംസ്, ചില ഫോംസ് ലോസ്റ്റ് ആയി പോകും. ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും നമ്മളിപ്പോൾ എന്തെങ്കിലും റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്തായിരിക്കും പല ഫോംസ് മിസ്സിംഗ് ആണ് മനസ്സിലാകുന്നത്. ഇങ്ങനത്തെ അൺവാണ്ടഡ് ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഒരു കാര്യമാണ്. This may put an end to the paper process, which can save your business on printing and trees as well. അതൊരു ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രിന്റിംഗ് കോസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതിൽ ഒരുപാട് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരും. അതിനൊക്കെ ഒരുപാട് പേപ്പർ വേണ്ടി വരും. അതുപോലെ തന്നെ എന്താണ് ചെയ്യുക, അതിന്റെ എക്സ്പെൻഡിച്ചർ അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതിനുവേണ്ടി ഒരാൾ നിൽക്കാനുണ്ടാവും. ഇത് ഓരോരുത്തരുടെ കയ്യിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഒരുപാട് ലേബർ ആൻഡ് മെറ്റീരിയൽസ് നമുക്ക് ഒരുപാട് റിക്വയർഡ് ആയിരിക്കും. ഇങ്ങനത്തെ IoT നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഡാറ്റാബേസിലേക്കാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ആ ഡാറ്റാബേസ് നമുക്ക് എന്താണെന്നുള്ള കാര്യം നമുക്ക് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ കഴിയും. പിന്നെ നെക്സ്റ്റ് കാര്യം വെച്ചാൽ ട്രാക്കിംഗ് ലേബർ അവേഴ്സ്. At a construction site, many subcontractors work on everything from HVAC systems to glass works and plumbing works. If the contractor is billed for 6,000 man hours for plumbing work, they generally won't be ready to verify if that variety is corrected or inflated. അതായത് നമ്മൾ ബേസിക്കലി നമുക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെന്നായിരിക്കാം. എന്തെങ്കിലും സബ് കോൺട്രാക്ടേഴ്സ് പലപ്പോഴും നമ്മൾ കോൺട്രാക്ടറുടെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കും. അതായത് ഇലക്ട്രിക് ഇൻസ്റ്റലേഷൻ, പ്ലംബിംഗ്, ഗ്ലാസ് വർക്കുകൾ. പിന്നെ HVAC എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ് ആണ്. ഇങ്ങനത്തെ വർക്കുകളൊക്കെ എന്താ ചെയ്യുക, സബ് കോൺട്രാക്ടിങ് കമ്പനീസ് ഉണ്ടാവും. അതിനുവേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന കമ്പനികൾ, അവർക്ക് സബ് കോൺട്രാക്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ അവര് പറയും ഇന്ന ഇത്രയും മാൻ അവേഴ്സ് ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാവും. പക്ഷെ നമ്മൾ എന്താ, നമുക്ക് വെരിഫൈ ചെയ്യാൻ നമുക്ക് വലിയ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അത് മാനുവലി പോയിട്ട് വെരിഫൈ ചെയ്യണം. അപ്പൊ അതിനകത്തും പല എറേഴ്സ് വരും. മാനുവലായിട്ട് പോകുന്നവരുടെ ഭാഗത്തുനിന്ന് ഉള്ള എറേഴ്സ് കൊണ്ട് തന്നെ നമ്മൾക്ക് അവരെന്ത് ആണോ അവർ റേറ്റ് പറയുന്നത് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അപ്പം എന്താ ചെയ്യുന്നത് വെച്ചാല് they generally won't be ready to verify if that variety is correct or inflated. അതായത് നമ്മൾ വെരിഫിക്കേഷൻ ഒന്നും നിൽക്കില്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പേ ചെയ്യാം. And since several contracts with subs are pricey, there's no sufficient incentive for them. Once the contractor implements labor trailing with low trailing batch, we will then check all labor hours. Hence, the use of IoT construction, tracking of labor hours gets easier. അതായത് നമ്മളെല്ലാ ലേബേഴ്സും നമ്മളൊരു നേരത്തെ പറഞ്ഞ ഒരു ബാൻഡ് കൊടുക്കും. അതായത് എന്തെങ്കിലും വെയറബിൾസ് ആയിട്ടുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കും. ഒരു വാച്ചൊക്കെ ആയിരിക്കാം, അല്ല എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അതേപോലെ തന്നെ നമ്മൾ പലർക്കും പഞ്ചിങ് ഏർപ്പെടുത്തും. പഞ്ചിങ് ഒക്കെ IoT-യുടെ ഒരു ഭാഗമാണ്. പഞ്ചിങ് നമുക്ക് കറക്റ്റ് അറ്റൻഡൻസ് റിപ്പോർട്ട് കിട്ടും. നേരത്തെ നോക്കിട്ട് പിന്നെ വെയിറ്റ് വേണം. പഞ്ചിങ് എന്നൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് അറ്റൻഡൻസ് റിപ്പോർട്ട് കിട്ടും. നമുക്ക് മനസ്സിലാവും എത്ര സമയം ഒരാൾ പണിയെടുത്തിട്ടുണ്ട്, എത്ര സമയം വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവർ തന്ന ബില്ലുമായിട്ട് നമുക്കത് എന്ത് ചെയ്യാൻ കഴിയും, ചെക്ക് ചെയ്യാൻ കഴിയും, ക്രോസ് ചെക്ക് ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു വേറെ കാര്യം. സോ മോണിറ്ററിംഗ് ഫോർ ലോസ്, ഇന്റർഫിയറൻസ്, സെക്യൂരിറ്റി ആൻഡ് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ. വാൻഡലിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ആളുകള് സാമൂഹ്യ ദ്രോഹം എന്നൊക്കെ പറയും. അതാണ് വാൻഡലിസം എന്ന് പറയുന്നത്. അതായത് സാമൂഹ്യ ദ്രോഹം. അതിപ്പോ പലപ്പോഴും സംഭവിക്കാം, പല കൺസ്ട്രക്ഷൻ സൈറ്റ് സംഭവിക്കാം. ചിലപ്പോൾ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലാസിന്റെ വല്ല വിൻഡോസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുക. പിന്നെ അതേപോലെ തന്നെ പിന്നെ എന്താണ്, പല കാര്യങ്ങളും ടെസ്റ്റ് നടത്തുക. പിന്നെ ഇതുപോലെ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ നമ്മൾ പുതിയൊരു ഇൻസ്റ്റലേഷൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നശിപ്പിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാൻഡലിസം ആണ്. അപ്പം അതൊക്കെ വളരെ കോമൺ ആണ് ബിൽഡിംഗ് സൈറ്റ്സിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ദാറ്റ് സൈറ്റ് മൂവ്മെന്റ് ഓർ ആക്ടിവിറ്റി ഒബ്സർവൻസ് ഇൻസ്റ്റലേഷൻ വിൽ ആക്ട് ആസ് എൻ എക്സ്ട്രാ ലെവൽ ഓഫ് സെക്യൂരിറ്റി. അത് പല IoT സിസ്റ്റംസും ഉണ്ടാവും.
അതെന്താ വെച്ചാൽ നമ്മൾ ചെറിയ മൂവ്മെന്റ് പോലും നമ്മളിപ്പോ അതിനെ വെച്ച് നമ്മൾ ഒന്നോ രണ്ടോ സെക്യൂരിറ്റിയൊക്കെ ഒരു വലിയ സൈറ്റിൽ ഏർപ്പാടാക്കിയാൽ പോലും അത് ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും എല്ലാ സ്ഥലത്ത് എത്താൻ കഴിയാറില്ല. അവർക്കും സഹായകമാണ് എന്ത് IoT വെച്ച് നമ്മൾ പറയാം. അത് നമ്മുടെ CCTV ക്യാമറയാണ് ബേസിക്കലി. പിന്നെ അതിനകത്ത് ചില മോഷൻ സെൻസേഴ്സ് ഉണ്ടാവും. എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും മോഷൻ ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. അപ്പൊ അതിനനുസരിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് അപ്പം തന്നെ കൊടുക്കാം. ആ സ്ഥലത്ത് തന്നെ പോയി ചെക്ക് ചെയ്യാൻ കഴിയും. ആൾക്കാരെ വാൻഡലിസം നടത്തുന്ന ആളുകളെ അല്ലെങ്കിൽ സാമൂഹികകളൊക്കെ ഒഴിവാക്കാൻ കഴിയും. അതാണ് വേറൊരു കാര്യം. There are several instances of insurance losses throughout the construction as materials rust or burn due to exposure or mishandling. An IoT-enabled system alerts the construction site of any smoke or water to take any action before the hazard takes place. അപ്പോൾ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ പല സ്ഥലത്തും നമ്മുടെ ഇൻഷുറൻസ് കിട്ടുന്നില്ല. ഈ ഇൻഷുറൻസ് കിട്ടുന്നെങ്കിലാണ് നമ്മളുടെ നോട്ടപ്പിഴവ് അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ഭാഗത്തുള്ള മിസ്ഹാൻഡലിംഗ് കാരണം വരുന്ന കാര്യങ്ങൾക്കൊന്നും ഇൻഷുറൻസ് ലഭിക്കില്ല. അപ്പൊ എന്തൊക്കെയാണ് വരിക? ഒരു പക്ഷേ ചില സ്ഥലത്ത് പറഞ്ഞാൽ ഇതുപോലെ ഡ്രെയിനേജ് ഇഷ്യൂസ് ഉണ്ടാവും, വാട്ടർ ലീക്കിംഗ് ഉണ്ടാവും, അവിടെ ഡാമേജ് ഉണ്ടാവും. നമ്മൾ അവിടെ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള അയൺ വർക്കുകളൊക്കെ സ്റ്റോർ ചെയ്തിട്ടാണെങ്കിൽ അത് റെസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ സിമെന്റ് ബാഗ്സ് ഉണ്ടാവും, ഡാമേജ് ഉള്ള സ്ഥലത്ത് കൊണ്ടുവച്ചാൽ സിമെന്റ് കട്ട പിടിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ വലിയ നഷ്ടമാണ് സംഭവിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ IoT വെച്ച് നമ്മൾ ഓരോ സ്ഥലത്തും ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും, ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ കഴിയും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ പെട്ടെന്ന് ബേൺ ആവാനുള്ള സാധ്യതയുണ്ട്. പല കാര്യങ്ങളും പല മെറ്റീരിയൽസ് ബേൺ ആയി പോകും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് IoT ഡിവൈസസ് വെച്ച് നമുക്ക് മോണിറ്റർ ചെയ്യാൻ കഴിയും. അതൊക്കെ നമുക്ക് പല കാര്യങ്ങളും യൂസ് ചെയ്യാൻ കഴിയും. അതാണ് ഈ പറയുന്ന മോണിറ്ററിംഗ് ഫോർ ലോസ് ഇന്റർഫിയറൻസ്, സെക്യൂരിറ്റി ആൻഡ് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. So an IoT-enabled system allows a construction company of any smoke or water to take any action before the hazard takes place. എന്തെങ്കിലും സ്മോക്ക് ഓർ വാട്ടർ ഉണ്ടെങ്കിൽ നമ്മുടെ സ്മോക്ക് ഡിറ്റക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ ടെമ്പറേച്ചർ മോണിറ്റർ ആയിരിക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇന്റർനെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ IoT ഡിവൈസസ് ആയിട്ട് നമുക്ക് കൂട്ടാം. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ IoT എന്താണ്, എവിടെയാണ് കോൺട്രാക്ടേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്നതൊക്കെ. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ കോസ്റ്റ് ഓഫ് ദ ഓണർഷിപ്പ്. അതായത് നമ്മളൊരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പല അൺഷെഡ്യൂൾഡ് ഡൗൺ ടൈം കോസ്റ്റ് ഉണ്ടാവും, മെഷീൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങൾ പലപ്പോഴും സംഭവിക്കും. അങ്ങനത്തെ വലിയ രീതിയിലുള്ള ബേസിക്കലി കോൺട്രാക്ടേഴ്സിന് ചെയ്യുന്നത് എന്താണ്, മണി ആൻഡ് ടൈം സേവിംഗ് ആണ്. അപ്പോൾ കോസ്റ്റ് ആൻഡ് ടൈം സേവിങ്സ് ആണ് IoT നമുക്ക് കോൺട്രാക്ടേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യമാണ്. കാര്യം ഇതൊരു സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്, ഇങ്ങനത്തെ കോൺട്രാക്ടിങ് ബിസിനസ് എന്ന് പറയുന്നത് അവിടുത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് വളരെ കുറവാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് 10% ഒക്കെയാണ് മാക്സിമം പ്രോഫിറ്റ്, കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് എന്ന രീതിയിൽ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മളിപ്പോൾ ഗവൺമെന്റ് വർക്ക്സ് ഒക്കെ ആണെങ്കിൽ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ 1 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഇട്ടാലും അവരെന്ത് ചെയ്യും, മാക്സിമം കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് എന്ന പേരിൽ എന്ത് കൊടുക്കും, മാക്സിമം കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് എന്ന പേരിൽ ഒരു 10% കൊടുക്കും. അതായത് 10 ലക്ഷം കൊടുക്കും. 10 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ മൊത്തം കോസ്റ്റ് നമ്മൾ ടെൻഡർ വിളിക്കേണ്ട മാക്സിമം തുക 1 crore 10 lakh ആയിരിക്കും. അതിനേക്കാൾ ആര് കുറച്ച് വിളിക്കുന്നോ അവർക്കായിരിക്കും ടെൻഡർ കൊടുക്കുക. അപ്പോൾ 10% മാക്സിമം കോൺട്രാക്ട് പ്രോഫിറ്റ് ആയിരിക്കും. പക്ഷെ ശരിക്കും പലപ്പോഴും സംഭവിക്കുന്ന 5 to 6% ഒക്കെ പല കോൺട്രാക്ടേഴ്സ് നമ്മൾ ഈ ഇങ്ങനത്തെ വർക്കുകൾ എടുക്കുള്ളൂ. എന്നാലേ അവർക്ക് പൈസ കുറച്ച് ടെൻഡർ വിളിക്കാൻ കഴിയുള്ളൂ. അതിനനുസരിച്ച് അവർക്ക് കോൺട്രാക്ട് കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പൈസ കുറച്ച് വെക്കും. ഇങ്ങനത്തെ ഓരോ സിംഗിൾ ബക്സ് എന്ന് പറയാം, സിംഗിൾ എമൗണ്ട്, സിംഗിൾ റുപ്പി ഇത്ര ഇമ്പോർട്ടന്റ് ആണ് ഈ സിവിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ. അത് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മൾ സമ്മറി നോക്കാം, എന്താണ് IoT കൺസ്ട്രക്ഷൻ സെറ്റ് കൊടുക്കുന്നത്. Notwithstanding the forecast of huge job losses, IoT adoption is unlikely to replace human element in construction. അതായത് പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ IoT ഇന്റർനെറ്റ് ഓഫ് തിങ്സ് വരുന്നതോടുകൂടി ഒരുപാട് ജോബ് ലോസ് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. പക്ഷെ അത് നമുക്കറിയാലോ. ബേസിക്കലി നമുക്ക് പണ്ട് കമ്പ്യൂട്ടർ നാട്ടിൽ വന്ന സമയത്ത് ഇവിടെ കുറച്ച് ജോബ് ലോസ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് കൂടുതൽ ജോലി സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വേറൊരു ഫീൽഡിൽ കൂടുതൽ ജോലി സൃഷ്ടിക്കും. അതേസമയത്ത് ജോബ് ലോസ് ഉണ്ടാകുന്ന കാര്യം കുറവാണ്. കാര്യം ബേസിക്കലി മനസ്സിലാക്കുന്നത് ഇപ്പൊ ലേബർ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നല്ല ബുദ്ധിമുട്ടാണ് ലേബറിന് ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലേക്ക് ലേബേഴ്സിനെ കിട്ടാൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക ആളുകളും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അവര് വൈറ്റ് കോളർ ജോബ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്.
ബേസിക്കലി കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലേക്ക് ജോബ് വർക്കേഴ്സിനെ കിട്ടാൻ കുറച്ച് പാടുണ്ട്. അങ്ങനത്തെ അവസരങ്ങളിൽ IoT അഡോപ്ഷൻ ഒക്കെ ഒരു സൊല്യൂഷനാണ്. അന്നോർത്ത് അത് ഉള്ള ജോലിയെ നിർത്തലാക്കൊന്നും പറയാൻ കഴിയില്ല. കൂടുതൽ ജോലി വേറെ മേഖലയിൽ സൃഷ്ടിക്കും. മനസ്സിലായോ? അതാണ് ഒരു സത്യം. അതായത് നമ്മൾ പറയില്ലേ, ഒന്ന് കഴിഞ്ഞാൽ വേറെ അതിനെ വളാവെന്ന് പറഞ്ഞ പോലെ ഒരു മേഖലയിൽ കുറച്ച് ജോബ് ലോസുകൾ. ഒബ്വിയസ്ലി ഒട്ടും ജോബ് ലോസ് ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയില്ല. കുറച്ച് ജോബ് ലോസ് ഉണ്ടാവും. പക്ഷെ അത് വേറൊരു മേഖലയിൽ, കുറച്ചുള്ള IT മേഖലയിലൊക്കെ ആയിരിക്കും അത് അതിന് വേറൊരു കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് സൃഷ്ടിക്കുന്നത്. So എന്താ ചെയ്യുന്നത്? It will alter business models in the industry, reduce expensive errors, reduce worksite injuries, and make building operations more efficient. The best approach for construction companies to introduce technology is to prioritize investment based on areas where IoT can have the most immediate impact as informed by their unique needs. ഓരോ കൺസ്ട്രക്ഷൻ സൈറ്റിന് ഓരോ യൂണിക് നീഡ്സ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം? ആ യൂണിക് നീഡ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിലെ ഓരോ ടൈപ്പ് ഓഫ് IoT സിസ്റ്റംസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ IoT സിസ്റ്റംസ് ആരാണ് ശരിക്കും പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിയാം. നമ്മൾ വിചാരിക്കും IoT എന്ന് പറയാൻ ലോക്കൽ കമ്പനീസ് ആണ്. പക്ഷെ ഇത് ശരിക്കും സിമൻസും ഫിലിപ്സ്, സാംസങ് അങ്ങനത്തെ വലിയ ബ്രാൻഡുകളൊക്കെയാണ് ശരിക്കും ഈ വലിയ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കൊക്കെ ഉള്ള IoT ഡിവൈസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനത്തെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. സിമൻസ്, അതേപോലെ സാംസങ്, പിന്നെ വേറെ കമ്പനീസ് ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അവരൊക്കെയാണ് വലിയ എമൗണ്ടിനാണ് വലിയ സൈറ്റ് ഒക്കെ ഏറ്റെടുത്ത് അവർക്ക് ഫുൾ IoT ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരാണ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലോക്കൽ ചെറിയ ചെറിയ വർക്കിനൊക്കെ നമുക്ക് ലോക്കൽ ആയിട്ടുള്ള തൊട്ടടുത്തുള്ള ഏതെങ്കിലും IT ഷോപ്പൊക്കെ സമീപിച്ചാൽ അവർ നമുക്ക് ഇങ്ങനത്തെ ഡിവൈസസ് ഒക്കെ ഓഫ് ചെയ്തു. എന്താ നോക്കാം. So IoT is making significant headways for contractors looking to improve processes, reducing waste and make more money. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. With the other technology available in the construction industry, there is even more room for improvement. അതായത് നമ്മൾ ഇനി വരാൻ ടെക്നോളജി ഫുൾ ഓട്ടോമേഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഫുൾ ഓട്ടോമേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം കോൺക്രീറ്റിംഗ് ഓട്ടോമേഷനിലേക്ക് പോകും. അവിടെ ലേബേഴ്സിന്റെ എണ്ണം ഒരുപാട് കുറയും. അതേപോലെ പ്ലാസ്റ്ററിങ് വർക്ക്, പെയിന്റിങ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഫുൾ ഓട്ടോമേഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഒരു റിമോട്ടായിട്ട് അത് നമ്മൾ അനലൈസ് ചെയ്യാനോ സൈറ്റിലുള്ള ആളുകളുടെ എണ്ണം കുറയ്ക്കാം. കാര്യം എന്താ വെച്ചാൽ സൈറ്റിലാണ് ഡേഞ്ചറസ് ഹസാർഡസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ അതൊരു ഓഫീസ് സ്പേസിലേക്ക് നമ്മൾ അവിടെ നിന്ന് എല്ലാം മോണിറ്റർ ചെയ്യാൻ നമുക്കൊരു ശേഷി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഓട്ടോമാറ്റിക് ആയിട്ട് ഒരുപാട് ആളുകളെ സൈറ്റിലേക്ക് വിടുന്നത് നമുക്ക് ഒഴിവാക്കാം. കുറച്ച് ആളുകൾ മാത്രം സൈറ്റ് വർക്ക് ചെയ്യുന്നു, ബാക്കി എല്ലാവരും ഓഫീസിൽ നിന്ന് മോണിറ്റർ ചെയ്യുന്നു എന്ന അവസ്ഥയിലേക്ക് എത്താം. ഒബ്വിയസ്ലി ഓഫീസ് ആയിരിക്കും എന്ത് സേഫ്. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഇൻ ടേംസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ടെക്നോളജീസ് capable of the sky is the limit. There is a growing demand for small buildings that are designed to use automated processes that can automatically control things like heating, air conditioning, and lighting. So ഇങ്ങനത്തെ കാര്യങ്ങളിൽ ലിമിറ്റ്ലെസ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ സ്മാർട്ട് ബിൽഡിംഗ്സ് ഹെൽപ്പ് വിത്ത് റൂട്ടീൻ മെയിൻ്റെനൻസ് ആൻഡ് ക്യാൻ ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് ഇൻ സിസ്റ്റം. ദേ ആർ ഓൾസോ ഹെൽപ്ഫുൾ ഫോർ റിഡ്യൂസിംഗ് വേസ്റ്റ് ആൻഡ് ആർ വാല്യൂഡ് ഫോർ ദർ ലോവർ എൻവയറമെന്റ് ഇമ്പാക്ട്. അപ്പൊ ഇത് നമുക്ക് വേറെ ഒരു കാര്യം ഇതിലേക്ക് നമ്മൾ കടന്നു. അതായത് IoT കഴിഞ്ഞ് നമ്മളെ സ്മാർട്ട് ബിൽഡിംഗ്സ് എന്ന രീതിയിലേക്ക് കടന്നു. അപ്പൊ സ്മാർട്ട് ബിൽഡിംഗ് എന്താണെന്നുള്ള കാര്യമൊക്കെ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് നമ്മൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് എത്തുന്ന പറഞ്ഞാൽ അതിന്റെ കുറച്ചും കൂടി ഫർദർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ബിൽഡിംഗ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ എന്താണ് സ്മാർട്ട് ബിൽഡിംഗ് എന്ന കാര്യം നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് എ സ്മാർട്ട് ബിൽഡിംഗ്? ആസ് ഇറ്റ് ഈസ് മോസ്റ്റ് ബേസിക്, എ സ്മാർട്ട് ബിൽഡിംഗ് is one that is using technology to share information about what goes on the building between systems so as to optimize the building's performance. അതായത് ശരിക്കും ബിൽഡിങ്ങിന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്മാർട്ട് ബിൽഡിംഗ് എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ പല ഇൻഫർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്യും പരസ്പരം പല ഡിവൈസുകൾ വെച്ചിട്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടുത്തെ ഹീറ്റിങ്, അതുപോലെ എയർ കണ്ടീഷനിങ്, ഹ്യൂമിഡിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക ഓട്ടോമാറ്റിക് ആയിട്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്മാർട്ട് ബിൽഡിങ്ങിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ലൈറ്റ്സ് ഓൺ ആവുക, യൂസ് ഇല്ലാത്ത സമയത്ത് ലൈറ്റ്സ് ഓഫ് ആവുക, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരുപാട് എനർജി സേവിങ്സ് നമുക്ക് തരും. ഇതൊക്കെയാണ് സ്മാർട്ട് ബിൽഡിങ്സിന്റെ വേറൊരു ഇത്. So this information is then used to automate various processes from heating and ventilation to air conditioning and security. സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഓട്ടോമേഷൻ. ഇപ്പൊ എന്തെങ്കിലും സെക്യൂരിറ്റി ബ്രീച്ച് നടക്കുകയാണെങ്കിൽ ബിൽഡിങ്ങിൽ അത് ഈ സ്മാർട്ട് ബിൽഡിങ്ങിൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്ത് അതിനുള്ള വാർണിംഗ് തരാൻ സാധിക്കും. So building overheads are a significant cost for any building owner or user. However, while these are a necessary business expense, they
of spend is often wasteful because it's not intelligently applied. അതായത് ബുദ്ധിപൂർവ്വം അപ്ലൈ ചെയ്യുന്നില്ല. ഈ ബിൽഡിംഗ് ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഇപ്പൊ ബിൽഡിംഗ് മെയിൻ്റനൻസ് നടത്തിക്കൊണ്ട് പോവുക, അതിന്റെ ഫെസിലിറ്റി മാനേജ്മെന്റ്, അപ്പൊ അതിനകത്ത് ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ സെക്യൂരിറ്റി കാര്യങ്ങൾ, അത് ഹീറ്റിംഗ്, അതിന്റെ എന്താണ് എന്തെങ്കിലും ഫയർ ഹസാർഡ് ഉണ്ടാവുന്നതിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഇതൊക്കെ ആവശ്യമുള്ളതാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഒരുപാട് എന്താ പറയാ, ഒരു പ്രോപ്പർ ഇന്റലിജന്റ് ആയിട്ടുള്ള വേയിലല്ല നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സേവിങ്സ് ആ മേഖലയിൽ സാധിക്കും. അപ്പൊ അതെങ്ങനെ നോക്കാം. So lights may be on in unused rooms or spaces heated when there are no people around to enjoy the warmth. അതായത് ആരുമില്ലാത്ത സമയത്ത് വെറുതെ ലൈറ്റ് റൂമിൽ ഓണായി കിടന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനത്തെ അവസരങ്ങൾ എന്ത് ചെയ്യും, ഇത് ഐഡന്റിഫൈ ചെയ്യും. അവിടെ ആ റൂമിൽ ആളുകളുണ്ടോ, എത്ര ആളുകളുണ്ട്, ഇത്ര ആളുകൾക്ക് ഇത്ര ലൂമൻസ് എന്ന് പറയും. ലൂമൻസ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ലൈറ്റിന്റെ യൂണിറ്റ്. ലൈറ്റിന്റെ യൂണിറ്റ് എനിക്കറിയില്ല. ലൂമൻസിൽ എന്ന രീതിയിലാണ് നമ്മൾ പല ബൾബുകളിലൊക്കെ റേറ്റിംഗ് ഒക്കെ പറയാം. അപ്പൊ അത്ര ലൂമൻസ് ലൈറ്റ് വേണം. ബെഡ്റൂം ആണെങ്കിൽ എത്ര എമൗണ്ട്, കിച്ചൺ ആണെങ്കിൽ ഇത്, അങ്ങനെ ഓരോന്നിനും ഓരോ രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആളുകളുടെ എണ്ണം നോക്കി അവർക്ക് എത്ര വേണമെന്ന് മനസ്സിലാക്കും. അതേപോലെ എയർ കണ്ടീഷനിങ് അതേപോലെ ആയിരിക്കും. ഇപ്പൊ ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ വലിയ രീതിയിലുള്ള എയർ കണ്ടീഷനിങ് വേണ്ട, അയാൾക്ക് മാത്രം സസ്റ്റൈൻ ചെയ്യാം. പക്ഷെ ആളുകൾ കൂടുന്നതനുസരിച്ച് ഇത് സംഭവിക്കാം, ഹീറ്റിംഗ് കൂടും. കാര്യം ബേസിക്കലി നമ്മളൊരു കാൽക്കുലേഷൻ വെച്ച് ചെയ്യാം. ഈ നമ്മൾ ബിൽഡിംഗ് പ്ലാനിൽ ഒരു കാൽക്കുലേഷൻ വെച്ച് എങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരാള് ഒരു മനുഷ്യൻ, അതായത് ഹ്യൂമന്റെ ബോഡിയിൽ നിന്ന് ഉത്പാദിക്കുന്ന ഹീറ്റ് ഏകദേശം 60 വാട്ട്സ് ഇൻകാൻഡസൻ ബൾബില്ലേ, നമ്മളെ പഴയ ബൾബില്ലേ 60 വാട്ട്സ്, അപ്പൊ അതിന് തുല്യമായിട്ടുള്ള ഒരു ഹീറ്റിംഗ് ഓരോരുത്തരുടെ ബോഡിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ടെന്നാണ് ഒരു റഫ് ഫിഗർ. മനസ്സിലായി? അങ്ങനെയാണ് നമ്മൾ പല ബിൽഡിങ്സ് നമ്മൾ അവരുടെ എയർ കണ്ടീഷനിങ്ങിന്റെ കപ്പാസിറ്റി ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെ ഒരു ഓഡിറ്റോറിയം ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സിനിമ ഹാൾ ആണെങ്കിൽ, അപ്പൊ അവിടെ എത്രയാണ് മാക്സിമം നമ്പർ ആളുകൾ വരിക നോക്കും. അപ്പം ഓരോരുത്തരുടെ ബോഡിയിൽ നിന്ന് ഇത്ര ഹീറ്റ് ഉത്പാദിപ്പിക്കപ്പെടും. മൊത്തത്തിൽ അവിടുത്തെ ആ കൺഫൈൻഡ് സ്പേസിലെ ടെമ്പറേച്ചർ എത്രത്തോളം ഇൻക്രീസ് ആവും നോക്കും. അതിനനുസരിച്ചാണ് നമ്മൾ അവിടുത്തെ എയർ കണ്ടീഷൻ സിസ്റ്റംസ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യും ഒരാളുടെ ബോഡിയിൽ നിന്ന് എത്ര ഹീറ്റ് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, എത്ര വേണം നമ്മളുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ അവിടുത്തെ വേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മളുടെ എയർ കണ്ടീഷൻ സിസ്റ്റം കൂടുതൽ രീതിയിൽ പ്രവർത്തിക്കുക. അപ്പൊ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്ന വെച്ചാൽ തിയേറ്റർ സിനിമ ഹാൾസിലൊക്കെയാണ്. എവിടെയാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സിനിമ ഹാൾസിലൊക്കെ വളരെ ആളുകൾ കുറവായിരിക്കുന്ന അവസ്ഥയുണ്ടാവും. പക്ഷെ അപ്പോഴും എന്താണ് എയർ കണ്ടീഷനിങ് ഒക്കെ ഫുൾ കപ്പാസിറ്റിയിലൊക്കെ തന്നെ എയർ കണ്ടീഷനിങ് വീടും. പക്ഷെ അവർക്ക് വലിയൊരു എനർജി ലോസ് ആണ് സംഭവിക്കുന്നത്. അതേസമയം എന്താണ് മനസ്സിലാക്കാം, നമ്മൾ ഇത്ര ആൾക്കാരേ ഉള്ളൂ, അപ്പൊ ആ ആൾക്കാർക്ക് അനുസരിച്ച് മാത്രമാണ് എയർ കണ്ടീഷനിങ് അവിടെ ഫിക്സ് ചെയ്യുക ഓട്ടോമാറ്റിക് ആയിട്ട്. മാനുവലി മാറ്റുന്നതിന് വരെ ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് എയർ കണ്ടീഷനിങ് മാറ്റുക എന്നതിനൊക്കെയാണ് ഒരു സ്മാർട്ട് ബിൽഡിങ്ങിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ. അപ്പൊ അതൊരു വലിയ രീതിയിൽ എനർജി സേവിങ്സ് ആണ് അവർക്ക് നൽകാൻ പോകുന്നത്. So the main motivation behind the smart building is to avoid this kind of wasteful use of energy and resources, both to cut cost and improve energy efficiency. അപ്പം എന്താണ് കോസ്റ്റ് കുറയ്ക്കുക, എനർജി എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക എന്നാണ് എനർജി നമ്മളുടെ സ്മാർട്ട് ബിൽഡിംഗിന്റെ മെയിൻ പർപ്പസ്. അപ്പൊ എന്തൊക്കെയാക്കാം ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സ്മാർട്ട് ബിൽഡിങ്സ്. സ്മാർട്ട് ബിൽഡിങ്സിന്റെ പ്രധാന ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് ഫീച്ചർ സിസ്റ്റംസ് ആർ കണക്റ്റഡ്. നമ്മളുടെ IoT പോലെ തന്നെ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് പോലെ തന്നെ നമ്മൾ എന്താണ് എല്ലാ സിസ്റ്റംസും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പം പല സിസ്റ്റംസും ഉണ്ടാവും, അതെല്ലാം ഇന്റർ കണക്റ്റഡ് ആയിട്ടാണ് പ്രവർത്തിക്കുക. അങ്ങനെയാണ് എല്ലാ സിസ്റ്റംസും പ്രവർത്തിക്കുന്നത്. So the most fundamental feature of a smart building is that the core systems within it are linked. So water meter, pump, fire alarms, power, lighting, etc. are all connected. This is what makes a building smart. The ability of the system within it to talk to one another. അതായത് എല്ലാ സിസ്റ്റംസും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ ബേസിക് ആയിട്ട് നമ്മളുടെ വീടുകളിൽ വാട്ടർ ടാങ്കുകൾ ഉണ്ടാവും. ഈ വാട്ടർ ടാങ്കിലൊക്കെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ പമ്പ് ഓണാക്കി ഇടും, വാട്ടർ പമ്പ് ഓൺ ചെയ്തിടും, ടാങ്ക് ഒരു പക്ഷെ നിറഞ്ഞു പോകും. അപ്പൊ നിറഞ്ഞു പോയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലായി എന്താണ് പമ്പ് ഓണാണെന്ന കാര്യം. എന്നിട്ട് നമ്മൾ ഓഫ് ചെയ്യാൻ പോകും. അപ്പത്തേനും നമുക്ക് ഒരുപാട് എനർജി പോവും, വാട്ടർ പോവും. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് റിസോഴ്സ് ആണ്, എനർജി ആൻഡ് വാട്ടർ. അപ്പൊ ഇതൊന്നും നമ്മൾ വേസ്റ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ അവസരങ്ങളിലൊക്കെ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, സ്മാർട്ട് ബിൽഡിംഗ് ആണ് ഈ സാധനത്തിന് എന്ത് ചെയ്യുന്നത് വെച്ചാൽ വാട്ടർ എപ്പോഴും അവർ ഫുള്ളിലാക്കി വെക്കും.
ഫുൾ ടാങ്ക് വാട്ടറിലാക്കി വെക്കുക. എത്ര കുറയുന്നു അതിനനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് പമ്പ് ചെയ്യും. അതായത് എപ്പോഴും വാട്ടർ ആ ലെവലിൽ തന്നെ വെക്കും. അപ്പം നമ്മുടെ ഫുൾ കപ്പാസിറ്റിയിലാണോ വേണ്ടതെങ്കിൽ ആ ഫുൾ കപ്പാസിറ്റി തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും. 1000 ലിറ്റർ ആണ് വാട്ടർ ടാങ്ക് കപ്പാസിറ്റി. 1000 ലിറ്ററിൽ തന്നെ എടുക്കും വാട്ടർ ലെവൽ. അതിപ്പോൾ കുറഞ്ഞ് 800 ലിറ്റേഴ്സ് ആയെന്ന് വെച്ചാൽ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, പെട്ടെന്ന് യൂസ് 800 ലിറ്റർ ആയെന്ന് വെച്ചാൽ അപ്പൊ പമ്പിന് ഇൻഫർമേഷൻ പോകും, വാട്ടർ ടാങ്കിലെ വെള്ളം 200 ലിറ്റേഴ്സ് മോർ വേണമെന്ന്. അപ്പൊ അതിനനുസരിച്ച് പമ്പ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് വെള്ളം ടാങ്കിലേക്ക് എത്തിക്കും. പിന്നെ ഏത് 1000 ലിറ്ററിലേക്ക് എത്തും. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് റീഫിൽ ചെയ്യുക എന്നതാണ് ഇവിടെയുള്ള സൊല്യൂഷൻ. അപ്പം എന്താ ചെയ്യും, റിസോഴ്സ് വേസ്റ്റ് ആവില്ല, വാട്ടർ എനർജി ഉള്ള കാര്യങ്ങളുള്ള റിസോഴ്സൊന്നും വേസ്റ്റ് ആവില്ല. അതൊക്കെയാണ് നമ്മളുടെ സ്മാർട്ട് ബിൽഡിങ്സ് ഉപയോഗം. നെക്സ്റ്റ് അതായത് യൂസ് ഓഫ് സെൻസേഴ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എല്ലാ സിസ്റ്റംസും ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറഞ്ഞു തന്നു. ഫസ്റ്റ് ഫീച്ചർ എല്ലാ സിസ്റ്റംസും കണക്റ്റഡ് എന്നാണ് പറഞ്ഞത്. സെക്കൻഡ് പറഞ്ഞാൽ ദ യൂസ് ഓഫ് സെൻസേഴ്സ്. സെൻസറുകൾ വെച്ച് എന്താണ് ഇത് പരസ്പരം എല്ലാം ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. Sensors are an integral part of the smart buildings and play an important role in collecting data and information decisions about where to allocate resources. So, for example, football counters may be integrated into the building to provide information on where people are at certain times of the day and which areas are high traffic. അതായത് നമ്മളൊരു ബിൽഡിങ്ങിന്റെ ഫുട്ഫോൾ കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞു വെക്കും. അപ്പം ഇങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ബിൽഡിങ്ങിൽ ഇപ്പോൾ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏത് ഭാഗത്താണ് സ്റ്റെയർ കേസ് വേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപക്ഷെ ഡിസൈൻ സമയത്ത് തന്നെ നമുക്ക് തീരുമാനിക്കാൻ കഴിയും. എങ്ങനെ കൂടുതൽ ആളുകൾ ഏത് 3-4 വേ ഉണ്ടാവും ഔട്ട് എക്സിറ്റുകൾ ഉണ്ടെങ്കിൽ ഏത് എക്സിറ്റുകൾ ഓപ്പൺ ആക്കണം, അല്ലെങ്കിൽ ഏത് സ്റ്റെയർ കേസ് ഓപ്പൺ ആക്കണം എന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ സെൻസേഴ്സ് വെച്ചായിരിക്കും. ഇപ്പൊ ഏത് ലിഫ്റ്റ്, ഇപ്പൊ കുറെ ഭാഗത്ത് ലിഫ്റ്റ് ഉണ്ടാവും, അപ്പൊ ഏത് ഭാഗത്ത് ലിഫ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഓരോ ബിൽഡിങ്ങും റെഫർ ചെയ്ത് ഏത് ഭാഗത്താണ് കൂടുതൽ ആളുകൾ താമസിക്കുന്നതെന്നും അപ്പൊ ഇത് എയർ കണ്ടീഷനിങ് ഇതേപോലെ തന്നെയാണ്. അപ്പൊ എല്ലാവരും കൂടി നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് മനസ്സിലാക്കി അവിടെ ഹീറ്റിംഗ് കൺട്രോൾ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതൊക്കെയാണ് ഈ സെൻസേഴ്സിന്റെ ഒക്കെ യൂസ് എന്ന് പറയുന്നത്. ഈ ഫുട്ഫോൾ എന്ന് പറഞ്ഞാല് നമ്മളിപ്പം എത്ര ആളുകൾ വിസിറ്റ് ചെയ്യുന്നു എന്നതിന്റെ ഒരു നമ്പറാണ് ഫുട്ഫോൾ എന്നൊക്കെ പറഞ്ഞാല്. അപ്പം ഇങ്ങനത്തെ കൗണ്ടറുകൾ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഏത് ഭാഗത്താണ് ആളുകൾ കൂടി നിൽക്കുന്നത് എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ അതിനകത്ത് കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ ഒരു സ്ഥലത്തായിരിക്കും ഫോക്കസ് ചെയ്ത് നിൽക്കാം. ഒരു ഷോപ്പിംഗ് മോൾ ആണെങ്കിൽ അപ്പൊ ആ ഷോപ്പിംഗ് മോളിൽ നമ്മൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ കഫറ്റേരിയ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ സെൻസേഴ്സ് ഒക്കെ വെച്ച് കൂടുതൽ ആളുകൾ ഒരു ഏരിയയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡിജിറ്റൽ റിപ്പോർട്ട് നമുക്ക് കിട്ടും കേട്ടോ. ആ ഡിജിറ്റൽ റിപ്പോർട്ട് നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കുക ഇന്ന ഏരിയയിൽ ആളുകൾ ഇന്ന സമയത്ത് കൂടി നിൽക്കുന്നുണ്ട്, സോ അവിടെ ഒരു കൗണ്ടർ ഓപ്പൺ ചെയ്യണം എന്ന കാര്യമൊക്കെ നമുക്ക് ഐഡിയ കിട്ടുക. അപ്പൊ അതൊക്കെയാണ് സെൻസേഴ്സിന്റെ ഒക്കെ യൂസ്. Next is automation. Automation is gathered and analyzed by systems that have been put in place in a smart building. Importantly, this is done constantly and in real time. This ongoing monitoring allows for automated adjustments that can control conditions across the entire building. അതായത് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ചേർന്നിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതൊരു മറ്റൊരു ഫീച്ചറാണ്. ഇതിന്റെ ഫീച്ചർ നമ്മളുടെ സ്മാർട്ട് ബിൽഡിങ്സിന്റെ ഫീച്ചറുകളിലൊന്നാണ് ഇത്. So basically, information is gathered and analyzed by the systems that can be put in place in a smart building. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഓട്ടോമേഷൻ വരുന്നത്. പിന്നെ ഉള്ള ഡാറ്റയാണ്. ഇപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഡാറ്റയാണ് ശരിക്കും നമുക്ക് ഐഡിയ തരുന്നത്. സ്മാർട്ട് ബിൽഡിംഗ്സ് ജനറേറ്റ് ലാർജ് വോളിയം ഓഫ് വാല്യുബിൾ ഡാറ്റ അബൌട്ട് ദെയർ ഓൺ യൂസ് വിച്ച് ഈസ് സംതിങ് ദാറ്റ് റെഗുലർ ബിൽഡിംഗ്സ് സിംപ്ലി ഡോണ്ട് ഡു. അതായത് ഒരുപാട് ഡാറ്റകൾ വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് സമയത്ത് ആളുകൾ ഏത് ഏരിയ വിസിറ്റ് ചെയ്യുന്നുണ്ട്, ഏത് ഏരിയയിലാണ് കൂടുതൽ ആൾക്കാർ ഇരിക്കുന്നത്, ഏത് ഭാഗത്താണ് സൺലൈറ്റ് കൂടുതൽ വരുന്നത്, ഏത് ഭാഗത്താണ് കൂടുതൽ ഹ്യൂമിഡിറ്റി ഉള്ളത്, ഏത് ഭാഗത്താണ് ഹീറ്റിംഗ് കുറച്ച് വേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയൊരു ഡാറ്റയാണ്. ആ ഡാറ്റയൊക്കെ എന്ത് ചെയ്യും, സ്മാർട്ട് ബിൽഡിംഗ്സിന്റെ ഒരു ഫീച്ചറാണ്. അപ്പൊ എന്തൊക്കെയാണ് സ്മാർട്ട് ബിൽഡിംഗ്സിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് സിസ്റ്റംസ്, സെൻസേഴ്സ്, ഓട്ടോമേഷൻ, ഡാറ്റ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളുടെ സ്മാർട്ട് ബിൽഡിംഗ്സിന്റെ ഫീച്ചർ എന്ന് പറയുന്നത്.
സോ സ്മാർട്ട് ബിൽഡിങ്സിന് വേറെ എക്സാമ്പിൾ എന്ന രീതിയിൽ നോക്കാം. To show how smart buildings features can be utilized in the real world, the National Grid demonstrates how sensors were used to provide reports on occupancy levels. This allowed them to measure usage and capacity throughout the building and helped support a smarter workspace strategy. നാഷണൽ ഗ്രിഡ് ഇത് ഒരു US കമ്പനിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നാഷണൽ ഗ്രിഡ് എന്ന് പറഞ്ഞത് ഇതൊരു US നടന്നൊരു എക്സാമ്പിൾ ആണ്. അപ്പം നാഷണൽ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ് ശരിക്കും. നാഷണൽ ഗ്രിഡ് അതൊരു നാച്ചുറൽ ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അത് പല രാജ്യങ്ങളിലുണ്ട്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ഓഫീസ് സ്പേസ് ഇതേപോലെയാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതെന്തിനാണ് ചെയ്തിരിക്കുന്നത്? ഒക്യുപ്പൻസി ലെവൽ മനസ്സിലാക്കിയിട്ട് ബെറ്റർ മെഷർ യൂസ് കപ്പാസിറ്റി. അതായത് ചില ഏരിയകളിൽ അനാവശ്യമായിട്ടുള്ള എയർ കണ്ടീഷനിങ് ഒന്നും കൊടുക്കണ്ട, അങ്ങനെ കോസ്റ്റ് സേവിങ് നടക്കാം. ഒരു ഏരിയയിൽ മാത്രമാണ് ഇപ്പോൾ ആളുകൾ കൂടിയിരിക്കുന്നെങ്കിൽ മറ്റൊരു ഏരിയയിൽ എന്തിനാണ് ഇത്രയും എയർ കണ്ടീഷനിങ് എന്നാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ഇൻ സിഡ്നി യൂട്ടിലൈസ്ഡ് ഓട്ടോമേറ്റഡ് സ്മാർട്ട് ബിൽഡിംഗ് ടെക്നോളജി വിത്തിൻ ദ എഡ്യൂക്കേഷൻ സെക്ടർ to synchronize control of air conditioning with the room booking platform. This helped to save significant business costs as the air can only have to be activated when the room was in use. അതായത് പല അങ്ങനത്തെ എന്താ പറയില്ലേ, ആ റൂം എപ്പോഴാണ് ആവശ്യമുള്ളത് അപ്പോൾ മാത്രം ആ എയർ കണ്ടീഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഓണായി. അവിടെ ആളുകൾ കൂടുന്നതനുസരിച്ച് അതിന്റെ എയർ കണ്ടീഷൻ കപ്പാസിറ്റി കൂട്ടി. സോ ഇങ്ങനെയാണ്, ഇതൊക്കെയാണ് രണ്ട് ബിൽഡിങ്സ് എക്സാമ്പിൾസ് ആയിട്ട് തന്നിട്ടുള്ളത്. നമ്മൾ പറയാൻ പോകുന്നത് the benefits of smart buildings എന്നാണ്. ബെനിഫിറ്റ്സ് ഓഫ് സ്മാർട്ട് ബിൽഡിങ്സ് എന്ന് പറയും. ഇതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ ദേ മേക്ക് ദി ഓക്യുപ്പൻസ് മോർ പ്രൊഡക്റ്റീവ്. നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ ഈ IoT-യിലും വരുന്ന കാര്യം തന്നെയാണ് പറഞ്ഞത്. എന്താണ് പ്രൊഡക്റ്റീവ് ആക്കും. ഈ സ്മാർട്ട് ബിൽഡിങ്സിലും ഈ പ്രൊഡക്ടിവിറ്റി വലിയൊരു ഫാക്ടറാണ്. അപ്പൊ എന്താണ്, ഓട്ടോമാറ്റിക് ആയിട്ട് എയർ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നു, ഫിസിക്കൽ കംഫർട്ട്, സെക്യൂരിറ്റി, സാനിറ്റേഷൻ, ലൈറ്റിംഗ് and even room and space availability can be delivered at an optimum level to enable occupants to perform well. അതായത് നമുക്ക് പല ഓഫീസുകൾ, ഇപ്പോൾ ഗവൺമെന്റ് ഓഫീസുകൾ പോലെ പല സ്ഥലത്തും എയർ കണ്ടീഷൻഡായി മാറുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ അവർക്കൊരു പ്രോപ്പർ വർക്ക് എൻവയൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്ന അടിസ്ഥാനത്തിലാണ്. പ്രോപ്പർ വർക്ക് എൻവയൺമെന്റ്, ഒപ്റ്റിമം വർക്ക് എൻവയൺമെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൊഡക്ടിവിറ്റി കൂടും. അപ്പോൾ അവർക്ക് ഫിസിക്കൽ കംഫർട്ട് കിട്ടും, എയർ ക്വാളിറ്റി ഉണ്ടാവും. അപ്പം ഫിസിക്കൽ കംഫർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ചൂടുണ്ടാവില്ല, ആദ്യം തണുപ്പുണ്ടാവില്ല, അവർക്ക് എന്താണ് ബോഡിക്ക് വേണ്ടത് ആ രീതിയിലുള്ളത്. അതുപോലെ സെക്യൂരിറ്റി, സെക്യൂർ ആയിട്ടുള്ളതാണ് വർക്ക് സ്പേസ് എങ്കിൽ. അതേപോലെ സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, ടോയ്ലറ്റ് യൂസ് എങ്ങനെയാണ്, ഓട്ടോമാറ്റിക് ആയിട്ട് ടോയ്ലറ്റ് തന്നെ ഓട്ടോമാറ്റിക് ഫ്ലഷിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ IoT വെച്ചാണ് ചെയ്യുന്നത്. പല സെൻസേഴ്സ് ഒക്കെ വെച്ച് ഓട്ടോമാറ്റിക് ഫ്ലഷിങ്, അപ്പൊ അതിന്റെ ക്ലെൻനെസ് ഒക്കെ വരുത്താം. പിന്നെ പ്രോപ്പർ ലൈറ്റിംഗ്, പിന്നെ റൂം സ്പേസ് ഒക്കെ ഈവൻ ആയിട്ടാണ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആളുകളുടെ പ്രൊഡക്ടിവിറ്റി, ആ വർക്ക് എൻവയൺമെന്റ് ഇമ്പ്രൂവ് ആവും, ആളുകളുടെ പ്രൊഡക്ടിവിറ്റി കൂടും. അതാണ് ഫസ്റ്റ് ബെനിഫിറ്റ്. റെഡ്യൂസിങ് എനർജി കൺസംഷൻ. ഇത് എന്താ നേരത്തെ പറയാലോ, സ്മാർട്ട് ബിൽഡിങ്സും പലപ്പോഴും ഗ്രീൻ ബിൽഡിങ്സ് തന്നെയാണ്. പല ഗ്രീൻ ബിൽഡിങ്സും സ്മാർട്ട് ബിൽഡിങ്സും ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് എനർജി കൺസംഷൻ ആക്കും, മോർ എനർജി എഫിഷ്യന്റ് ആൻഡ് മോർ കോസ്റ്റ് എഫക്റ്റീവ്. അപ്പൊ പല അവസരങ്ങളിലും പല ബിൽഡിങ്സ് ഇപ്പൊ എന്താ സോളാർ പവേർഡ് ആയി മാറുന്നുണ്ട്, പുറത്തുനിന്നുള്ള ഇലക്ട്രിസിറ്റി എടുക്കാണ്ട്. എന്താണെന്ന് വെച്ചാല് പകൽ സമയത്തായിരിക്കും മിക്ക ഓഫീസുകളും വർക്ക് ചെയ്യുക. അപ്പൊ പകൽ സമയത്ത് വർക്ക് ചെയ്യേണ്ട ഇലക്ട്രിസിറ്റി മുഴുവൻ സോളാർ വഴി എത്തിക്കുകയും അത് ആവശ്യത്തിനനുസരിച്ച് അവരുടെ ചെറിയ ഗ്രിഡിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് അതിന്റെ എനർജി കൺസംഷൻ ഒക്കെ അടിസ്ഥാനത്തിൽ ഒക്കെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പം ഇതൊക്കെ തന്നെ എനർജി കൺസംഷന്റെ റിഡക്ഷനിലേക്ക് നയിക്കും. അതാണ് നമ്മുടെ സെക്കൻഡ് ബെനിഫിറ്റ്. തേർഡ് ബെനിഫിറ്റ് എന്താണ്, എൻഡ് ഓഫ് ഗസ് വർക്ക്. So the use of sensors and cameras provide precise data on how building is being used, which can be converted into insightful decision making. Space utilization can be improved based on actual data as the building generates actionable living intelligence automatically. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങുന്നത് വിചാരിക്കാം, നമ്മളൊരു കഫറ്റേറിയ തുടങ്ങാം. നമുക്ക് അതൊരു ഗസ് വർക്ക് പോലെ നടത്താൻ കഴിയില്ല. ഇന്ന ഏരിയയിൽ ഇന്ന ആൾക്കാർ ഇവിടെ എത്തും, ആ ഒരു ക്രൗഡിനെ നമുക്ക് അങ്ങോട്ടേക്ക് ഫുൾ ചെയ്യാൻ പറ്റണം എന്ന രീതിയിൽ ഒരു ഗസ് വർക്ക് നടത്തിയിട്ട് പല സ്ഥലത്തും കാഫറ്റേറിയ തുടങ്ങി അത് ഫ്ലോപ്പ് ആവാൻ ചാൻസ് കൂട്ടാണ്. പക്ഷെ നമ്മൾ എന്താണ്, ഈ സെൻസേഴ്സ് ഒക്കെ വെച്ചിട്ട് എന്താ ചെയ്യുന്നത്, പല കാലങ്ങളായിട്ടുള്ള ഡാറ്റ നമുക്ക് തരും. അതേപോലെ തന്നെ ഈ ഡാറ്റ നമുക്ക് മറ്റു പല ഷോപ്പിംഗ് കോംപ്ലക്സ് പിന്നെ അവരുടെ കയ്യിൽ നമുക്ക് ഈ ഡാറ്റ വാങ്ങാൻ കഴിയും. അവരുടെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഏത് ഭാഗത്താണ് കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കഫറ്റേറിയ ലക്ഷ്യമിടുന്ന ഒരു സിനിമ കഴിഞ്ഞ് വരുന്ന ക്രൗഡിനെ ആണെങ്കിൽ
ഏത് ഭാഗത്ത് എത്തുമ്പോഴാണ് അവർക്ക് ഒരു ഒരു കഫറ്റീരിയയിലേക്ക് കയറാൻ പോകുന്നത് എന്ന ചിന്തയൊക്കെയാണ് വരിക. അപ്പൊ അതനുസരിച്ച് എന്ത് ചെയ്യാം, നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും എങ്ങനെയാണ് ഇതിന്റെ സ്പേസ് യൂട്ടിലൈസേഷൻ വേണ്ടതെന്നൊക്കെ. അപ്പം പല സ്ഥലങ്ങളിൽ ആളുകൾ കൂടിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം, അവർക്ക് ഇരിക്കാൻ ചെയർ കൊടുക്കണം. അപ്പൊ നമുക്ക് പല സ്ഥലങ്ങളും കാണാം, അവിടെ ചെയർസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അവിടെ നിന്ന് ആൾക്കാർ ഇരിക്കുന്നുണ്ടാവില്ല. കാര്യം എന്താണ്, അതൊരു പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അതേസമയം വേറെ സ്ഥലത്ത് ആൾക്കാർ കൂടി നിൽക്കുന്നു, അവിടെ ആളുകൾക്ക് ഇരിക്കാൻ സാധ്യതയില്ല. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ആ സ്പേസ് യൂട്ടിലൈസേഷൻ ഒക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുന്നുണ്ടാവും. പലപ്പോഴും ഗസ് വർക്കിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ്. അപ്പം ഗസ് വർക്ക് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള ഡാറ്റയെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയും. അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് ഈ സ്മാർട്ട് ബിൽഡിങ്സിന്റെ. എന്തൊക്കെയാണ് ആദ്യത്തെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ്, ഒക്യുപ്പൻസ് മോർ പ്രൊട്ടക്റ്റീവ് ആവും, പിന്നെ റെഡ്യൂസിങ് എനർജി കൺസപ്ഷൻ, പിന്നെ എൻഡ് ഓഫ് ഗസ് വർക്ക്. പിന്നെ നെക്സ്റ്റ്, സിഗ്നിഫിക്കന്റ് ഓപ്പറേഷണൽ സേവിങ്സ്. സിഗ്നിഫിക്കന്റ് ഓപ്പറേഷണൽ സേവിങ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ എനർജി ഒക്കെ ഇതിനകത്ത് വരും, എനർജി സേവിങ്സ് ഒക്കെ ഇതിനകത്ത് വരും. ദിസ് ഇൻക്ലൂഡ്സ് ദ സേവിങ്സ് ദാറ്റ് can be made in terms of everyday spend and maintenance on equipment. It also extends the potential savings that are offered by identifying underutilized resources and a potential for growth into unused spaces. നമ്മുടെ ഒരു ബിൽഡിംഗ് തന്നെ ഇപ്പം അണ്ടർ യൂട്ടിലൈസ് ആയിട്ടുള്ള എന്തെങ്കിലും റിസോഴ്സസ് ഒക്കെ ഉണ്ടാവും ഏതെങ്കിലും ഏരിയയിൽ. ഇപ്പോൾ ഒരു പക്ഷേ എന്താ പറയാ, പല ഏരിയയിൽ നമ്മൾ ലൈറ്റ് വെറുതെ ഇട്ട് വെച്ചിട്ടുണ്ടാവും, പക്ഷെ ആരും അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ടാവില്ല ആ ഒരു ഏരിയയിൽ. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആളുകൾ വരുന്ന സമയത്ത് മാത്രം ലൈറ്റ് ഓൺ ആവുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ എയർ കണ്ടീഷൻ നമുക്ക് കുറയ്ക്കാൻ കഴിയും. അതുപോലെ പ്രോപ്പറായിട്ട് അങ്ങനെ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പല ഓപ്പറേഷൻ സേവിങ്സും നിർത്താൻ കഴിയും. അപ്പോൾ പല പൊട്ടൻഷ്യൽ സ്പേസ് നമുക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് മാറ്റാൻ കഴിയും. നെക്സ്റ്റ് ആണ് ഡാറ്റ പ്രൊട്ടക്ഷൻ. സോ എക്യുപ്മെന്റ് സച്ച് ആസ് തെർമൽ സ്കാനേഴ്സ്, സെൻസേഴ്സ് measures data without using identified images of staff or public. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഇതൊരു വലിയൊരു ഫാക്ടറാണ് ഈ ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മള് ഫോട്ടോസ് എടുക്കുന്നത്, അതായത് CCTV ക്യാമറ വെക്കുന്ന അവസരങ്ങളിലൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുകളുടെ പ്രൈവസിനെ ബാധിക്കും. കാര്യം എന്താണ്, ഇവരുടെയൊക്കെ ഐഡന്റിഫൈ ആവും, ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ആവും. പക്ഷെ അതേസമയം നമ്മൾ തെർമൽ സ്കാനേഴ്സ് ഒക്കെയാണ്, തെർമൽ സെൻസേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, ഇങ്ങനത്തെ ഡാറ്റ ഒന്നും പുറത്തേക്ക് പോയില്ല. കാര്യം എന്താണ്, അതിനകത്ത് ആളുകളെ അത്ര എളുപ്പത്തിൽ ഐഡന്റിഫൈ ആവില്ല. അതുകൊണ്ട് തന്നെ തെർമൽ സെൻസേഴ്സും അങ്ങനത്തെ ഡാറ്റ ഒന്നും പുറത്തേക്ക് പോയില്ല. അതൊരു ഉപകാരമാണ്. There are many benefits to implementing smart systems within a building, from cost efficiency to improving the environmentally friendly credentials of the construction. Smart buildings are relatively new today, but given the wide range of benefits that they offer, they will come soon in the norm. അതായത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ occupants more productive ആവും, പിന്നെ reducing energy consumption, end of guess work, significant operational savings, and data protection. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഹെഡിങ്, ടൈപ്സ് ഓഫ് സ്മാർട്ട് ബിൽഡിംഗ് സെൻസേഴ്സ് ആൻഡ് ഹൗ ദേ വർക്ക്. നമ്മൾ കുറെ സെൻസേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ടായി. ഈ ക്ലാസ് മുന്നേറുന്നതിനിടെ ഒരുപാട് സെൻസേഴ്സിനെ, ഓരോ ടൈപ്പ് ഓഫ് സെൻസേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടായി. പക്ഷെ ഈ സെൻസേഴ്സ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും എന്തൊക്കെ ടൈപ്പ് ആണ് ഉള്ളതെന്ന് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. The world of building sensors can be confusing one. There are lots of different options out there, and there is a lot of information too, ranging from very basic to very impossibly technical. അങ്ങനത്തെ പല ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് സെൻസറുകൾ മുതൽ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സെൻസേഴ്സ് വരെ അവൈലബിൾ ആണ്. വൈഡ് റേഞ്ചിൽ അവൈലബിൾ ആണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചൂസ് ചെയ്യാൻ കഴിയും. So we have put the list together to introduce the various types of sensors available and explain the main benefits. First സെൻസർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ സെൻസേഴ്സ്. എന്താണ് ടെമ്പറേച്ചർ സെൻസേഴ്സ്? മെഷർ ഹീറ്റ് ടു ഡിറ്റക്ട് ദ ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ. They have been used for years to control things like heating and air conditioning, but thanks to the emergence of Internet of Things, have found many more uses. നമ്മൾ ടെമ്പറേച്ചർ ഓഫ് സെൻസേഴ്സ് പല സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ MEP വർക്ക് വെച്ചിട്ടുണ്ടോ, ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പമ്പിങ്. അതിനകത്തൊരു ഡിവിഷനാണ് എന്താ പറയാ, ഈ
എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ. ഇത് പല സ്ഥലത്തും ചെയ്യുന്നത് വെച്ചാൽ നേരിട്ട് വിട്ട് മാനുവലി ഇവര് തെർമൽ സ്കാനേഴ്സ് ഒക്കെ വെച്ച് ഓരോ സ്ഥലത്തെ ടെമ്പറേച്ചർ ഇവർ എടുക്കും. എന്നിട്ടാണ് തീരുമാനിക്കുക എല്ലാ സ്ഥലത്തും യൂണിഫോം ടെമ്പറേച്ചർ ആണെന്ന് തീരുമാനിച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് ഈ IoT ഒക്കെ വെച്ച് എന്താ ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പല സെൻസേഴ്സ് അവിടെ എൻബിൾഡ് ആണെങ്കിൽ അപ്പം ഇവര് ചില സ്ഥലത്തെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ഇവര് അത് കൂട്ടാൻ നോക്കും, കുറയ്ക്കും, അങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ നേരത്തെ നമ്മൾ ഇൻബിൽഡ് ആയിട്ട് നമ്മൾ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് IoT വെച്ച് ഡാറ്റ മുഴുവൻ അക്സസ് ആക്കാൻ കഴിയും. ഈ ടെമ്പറേച്ചർ സെൻസർ ഒന്നും നിലവിലുള്ള സാധനം തന്നെയാണ്, എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യുന്നതാണ്. നമ്മളൊരു എയർ കണ്ടീഷൻ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യും. നമ്മൾ അവിടുത്തെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഏരിയയും യൂണിഫോം ടെമ്പറേച്ചർ ആണ് കിട്ടുക എന്നൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷെ IoT ഉണ്ടെങ്കിൽ അത് IoT ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഡാറ്റ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ many machines used in manufacturing computing are sensitive to temperature and have to be protected from overheating. With smart temperature sensors, business can automate heating, ventilation, and air conditioning controls to maintain ideal conditions, automatically detect failure faults as they happen. അതായത് നമ്മളുടെ ഈ മാനുഫാക്ചറിങ് മെഷീൻസ് അതേപോലെ തന്നെ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് ഒക്കെ നല്ല സെർവറുകൾ അങ്ങനെ ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അപ്പം അത് എന്ത് ചെയ്യണം, ഹീറ്റ് അബ്സോർബ് ചെയ്ത് വലിച്ചെടുത്ത് പുറത്തേക്ക് കളയണം. അതിങ്ങനെ സംഭവിക്കാം. അതിന്റെ സർക്യൂട്ട്സിനൊക്കെ പ്രശ്നങ്ങൾ വരാം, മാനുഫാക്ചറിങ് യൂണിറ്റ്സ് അതേപോലെ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഓവർ ഹീറ്റിംഗ് നിന്ന് പ്രൊട്ടക്ട് ആവുക. എന്താ നമുക്ക് ടെമ്പറേച്ചർ സ്മാർട്ട് ടെമ്പറേച്ചർ സെൻസേഴ്സ് വെച്ച് പണ്ട് കാലത്ത് ടെമ്പറേച്ചർ സെൻസേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതെന്താകുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് സ്മാർട്ട് ടെമ്പറേച്ചർ സെൻസേഴ്സിനെ കുറിച്ചാണ്. അതെങ്ങനെ IoT ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് അത് സ്മാർട്ട് ടെമ്പറേച്ചർ സെൻസർ ആവുന്നത്. അപ്പൊ അതെന്താ വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഓട്ടോമാറ്റ് ചെയ്യാൻ കഴിയും. ഓട്ടോമാറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു വാർണിംഗ്, സ്ഥലത്ത് ഓവർ ഹീറ്റിംഗ് വരികയാണെങ്കിൽ അപ്പൊ തന്നെ ആ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കും. അതേപോലെ തന്നെ അവിടെ അഡീഷണലി വല്ല എയർ കണ്ടീഷനിങ് ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കും. അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടെമ്പറേച്ചർ സെൻസേഴ്സ് ചെയ്യുന്നത്. സോ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ നോട്ട് ഓൺലി is the right temperature vital to people's comfort, it can also prove dangerous. So anyone in control or a business premises or a renting out a property has a responsibility to reduce the risk of exposure to Legionella. The bacteria can spread in hot and cold water systems and can thrive if water in any part of the system between 20 and 45 degree. അതായത് ലെജിയോണല എന്നൊരു ബാക്ടീരിയ ഉണ്ട്. ഞാൻ പ്രശ്നം കാണാൻ കഴിയത്തില്ല അല്ലെ ആകാശ് പി? ആകാശ് ഞാൻ പ്രശ്നം കാണാൻ കഴിയത്തില്ല അല്ലെ? കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ. സോ നേരത്തെ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ മാത്രമല്ല കംഫർട്ട് ആയിട്ടുള്ളത്, അത് ഇങ്ങനത്തെ പല മൈക്രോ ഓർഗാനിസംസും ഇവർക്കൊരു ഐഡിയൽ ടെമ്പറേച്ചർ ഉണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പാത്രത്തിൽ വെള്ളം, എക്സാമ്പിൾ പറയാനുണ്ടോ എങ്ങനെയാണ് ബാക്ടീരിയ ത്രൈവ് ചെയ്യുന്നത് എക്സാമ്പിൾ. നമ്മൾ ചെറിയൊരു പാത്രത്തിൽ നമ്മൾ വെള്ളം തിളപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ തിളപ്പിക്കാത്ത വെള്ളത്തെ ആയിട്ട് ഇത് മിക്സ് ചെയ്യും. അപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തിളപ്പിച്ച വെള്ളത്തിൽ ഒബ്വിയസ്ലി ബാക്ടീരിയ ഉണ്ടാവില്ല, പക്ഷെ തിളപ്പിക്കാത്ത വെള്ളത്തിൽ ബാക്ടീരിയ ഉണ്ടാവും. അത് പലപ്പോഴും ഇനാക്റ്റീവ് ആയിരിക്കും. കാര്യം വാട്ടറിന്റെ നോർമൽ ടെമ്പറേച്ചർ 20 ഡിഗ്രി ആയിരിക്കും. ഈ 20 ഡിഗ്രിയിൽ ഈ ബാക്ടീരിയസ് ഒന്നും അത്ര എന്താണ് ആക്റ്റീവ് ആയിരിക്കില്ല. അപ്പൊ നമ്മളൊരു 100 ഡിഗ്രി അല്ലെങ്കിൽ 120 ഡിഗ്രിയിലൊക്കെ തിളപ്പിച്ച വെള്ളം എടുത്ത് നമ്മൾ 20 ഡിഗ്രിയിലേക്ക് ഒഴിക്കുകയാണ്. അപ്പം ഈ ടോട്ടൽ മിക്സറിന്റെ ടെമ്പറേച്ചർ ഉണ്ടാകുന്ന വെച്ചാൽ 35 ഡിഗ്രിയിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഈ തണുത്ത വെള്ളത്തിൽ എന്തുണ്ടാവും, ബാക്ടീരിയ ഉണ്ടാവും. 35 ഡിഗ്രിക്കാണ് ശരിക്കും ബാക്ടീരിയയുടെ ഏറ്റവും എന്താണ് ആക്റ്റീവ് ആവാനുള്ള ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്നാണ് 35 ഡിഗ്രി. എന്ത് ചെയ്യും, ആ വെള്ളം പിന്നെ നമ്മൾ കുളിക്കുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത് അറിയാം, പല അസുഖങ്ങളും വരാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഞാനിത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ്. നമ്മൾ ഈ സ്മാർട്ട് ബിൽഡിങ്സിന്റെ കാര്യത്തിൽ പറയുന്നത് ഈ ബാക്ടീരിയക്ക് ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ട് എന്ന് പറയുന്നു. അവർക്ക് ത്രൈവ് ചെയ്യാനുള്ള ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചർ കൂടി കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ 4 ടൈപ്പ് ടെമ്പറേച്ചർ സെൻസേഴ്സ് ഉണ്ട്. എന്തൊക്കെ നോക്കാം. സെമി കണ്ടക്ടർ ബേസ്ഡ് സെൻസേഴ്സ്. സോ അതൊരു ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ആർക്കായിരിക്കും അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാൻ തോന്നും.
അപ്പോൾ അത് ഐസിയിലേക്കാണ് കണക്ട് ആയിട്ടുണ്ടാവുക. ദീസ് ഐഡന്റിക്കൽ ഡയോഡ്സ് യൂസ് ടെമ്പറേച്ചർ സെൻസിറ്റീവ് വോൾട്ടേജ് കമ്പയർഡ് വിത്ത് കറന്റ് കണ്ടീഷൻസ് അല്ലെങ്കിൽ നമുക്ക് റെക്കോർഡ് ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ. ഇത് സെമി കണ്ടക്ടർ ബേസ്ഡ് ആണ് സെൻസർ. ഇതിനുള്ള തെർമോകപ്പിൾ ആണ്. As the name suggests, this consists of two wires. These are made from different metals and placed in different points. With that change in the voltage between the 2 points showing change in the temperature. തെർമോകപ്പിൾ ആണ്. ഫസ്റ്റ് സെമി കണ്ടക്ടർ ബേസ് സെൻസർ യൂസ് ചെയ്യും, പിന്നെ തെർമോകണ്ടക്ടർ, പിന്നെ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ. അതായത് a film or wire is wrapped around a ceramic or glass core. The temperature measured from the resistance between the elements with temperature. This tends to be the most accurate type of sensor, but can also be more expensive. Next is the negative temperature coefficient thermistor, providing high resistance and low temperature. As temperature increases and resistance quickly drops, reflecting changes quickly and accurately. അപ്പോൾ ഇത് നിങ്ങളുടെ ഇലക്ട്രിക്കൽ ഉള്ള ആർക്കെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരാൻ കഴിയാം? ആരാ ഇലക്ട്രിക്കലുള്ള? അഖിൽ ജോർജ് ഇലക്ട്രിക്കൽ അല്ലേ? എനിക്ക് എല്ലാവർക്കും എനിക്ക് കുറച്ചും കൂടി ഐഡിയ ഉണ്ടാക്കി തരാൻ കഴിയും എങ്ങനെയാണ് ഈ ഓരോ സെൻസേഴ്സ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച്? സെൻസേഴ്സ് കാര്യങ്ങൾ സാറ് ഞങ്ങള് അധികം ഡീപ്പായിട്ടൊന്നും പഠിച്ചില്ല. ഇപ്പം ഞങ്ങളിപ്പോ സർക്യൂട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പൊ പഠിക്കുന്നത്. നോർമലി എന്നാലും മനസ്സിലാവുന്ന രീതി പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു സെമ്മ് കഴിയാറായല്ലോ ഇലക്ട്രിക്കൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യാൻ തുടങ്ങി. സെൻസേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ അത് നമ്മളിപ്പം ഓരോ ഇത് സാറിപ്പോ ഏതാ പറയേണ്ടത്? സെമി കണ്ടക്ടർ ബേസ്ഡ് സെൻസേഴ്സ് ആണോ? ഓക്കെ, അത് പറഞ്ഞു, അത് എക്സ്പ്ലെയിൻ ചെയ്തോ. ഹലോ, അത് എക്സ്പ്ലെയിൻ ചെയ്തോ, സെമി കണ്ടക്ടർ ബേസ്ഡ് സെൻസേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തോ. ഓക്കെ. സാറ് അതിപ്പം നമ്മളിപ്പോ പ്രഷറും ടെമ്പറേച്ചറും അങ്ങനെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ വേരി ചെയ്യുന്നു, അതൊക്കെ സെൻസർ ചെയ്യുന്നതാണ് ഈ സെമി കണ്ടക്ടറുള്ള സെൻസേഴ്സിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. അപ്പൊ അങ്ങനെ ചെറിയ വേരിയേഷൻസ് ഒക്കെ അത് വോൾട്ടേജ് വെച്ചല്ലേ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഈ വോൾട്ടേജ് എങ്ങനെയാണ് ടെമ്പറേച്ചർ അനുസരിച്ച് വേരി ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതിപ്പോ വോൾട്ടേജ് എനിക്ക് കറക്റ്റ് ആയിട്ട് അങ്ങനെ അറിയത്തില്ല. എനിക്ക് നിങ്ങൾ സെൻസേഴ്സ് ഒന്നും ഡീപ്പായിട്ട് അങ്ങനെ പഠിച്ചിട്ടില്ല. സോ അത് തെർമോകപ്പിള് ഇലക്ട്രിക്കൽ ആണോ മെക്കാനിക്കൽ ആണോ പുള്ളി പഠിച്ചിട്ടുണ്ടാവുക? തെർമോകപ്പിൾ മെക്കാനിക്കൽ കാര്യങ്ങളുണ്ടോ? ആകാശ് തെർമോകപ്പിള് പഠിച്ചിട്ടുണ്ടോ മെക്കാനിക്കലില്? തെർമോകപ്പിൾ എന്ന് പഠിച്ചിട്ടുണ്ടോ മെക്കാനിക്കലില്? ഇല്ല. അതായത് നിങ്ങൾ S3 ആയതുകൊണ്ടായിരിക്കും, നമ്മൾ ഭാവിയിൽ പഠിക്കായിരിക്കും. അന്നേരം നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. അപ്പൊ എനിക്ക് ഈ സെമി കണ്ടക്ടറിന്റെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഇയറിൽ നോളജ് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് എനിക്കറിയില്ല. സ്റ്റിൽ നിങ്ങളത് ഓർത്ത് വെക്കും, ഇങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് മനസ്സിലാക്കാം. അങ്ങനത്തെ ടൈപ്പ് സെൻസേഴ്സ് ഉണ്ടെന്ന് ഓർത്ത് വെക്കാം. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ടെമ്പറേച്ചർ സെൻസേഴ്സ് ആയി പറഞ്ഞു. നെക്സ്റ്റ് ഹ്യൂമിഡിറ്റി സെൻസേഴ്സ് ആണ്. അപ്പൊ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ? എന്താണ് നമ്മളുടെ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ കണ്ടന്റ് എന്ന് പറയാം. അപ്പൊ നമ്മൾ എപ്പോഴാണ് വേർക്കുന്നത് കൂടുതൽ? അതിന്റെ ഒരു ടെക്നിക്കായിട്ട് പറഞ്ഞുതരാമോ? നിങ്ങൾ ഒരു പക്ഷെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാവും. ഞാനിപ്പോ ആരെയും വിളിക്കാം. ലിബിൻ ഷാജി ഉണ്ടോ? ഓക്കെ, ലിബിൻ ഷാജി ലെഫ്റ്റായി. ബെഞ്ചോൺ ഫിലിപ്പ് ഉണ്ടോ? ബെഞ്ചോൺ ഫിലിപ്പ് ആരും റെസ്പോണ്ട് ചെയ്യും? ലിബിൻ ഷാജി, ബെഞ്ചോൺ ഫിലിപ്പ് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, ലിബിൻ ഷാജി ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, നമ്മള് എപ്പോഴാണ് കൂടുതൽ വേർക്കുന്നത്? ഹ്യൂമിഡിറ്റി കൂടുതലുള്ളപ്പോഴാണോ കുറവുള്ളപ്പോഴാണോ? കൂടുതലുള്ളപ്പോ. എന്താ കാരണം കൂടി പറയാം? ടെമ്പറേച്ചറിന്റെ ഹ്യൂമിഡിറ്റി വാട്ടറിന്റെ അളവ് കൂടുമ്പം കറക്റ്റായിട്ട് സംഭവം എന്താ വെച്ചാല് നമ്മള് ചിന്തിക്കേണ്ട കാര്യം, ഈ ഹ്യൂമിഡിറ്റി കൂടുമ്പോ നമ്മളെപ്പോഴും വേർക്കുന്നുണ്ട്. നമ്മൾ മൂന്നാറിൽ പോയി, അതൊരു ഹിൽ സ്റ്റേഷനാണ്. അല്ലെങ്കിൽ വയനാട്ടിൽ പോയി, അതൊരു ഹിൽ സ്റ്റേഷനാണ്. അത് കുറച്ച് ഹൈറ്റ്സാണ് നിൽക്കുന്നത്. അവിടെയൊക്കെ വേർക്കുന്നത് കുറവായിരിക്കും. കാര്യം അവിടുത്തെ ഹ്യൂമിഡിറ്റി റിലേറ്റീവ്ലി കുറവാണ്.
നമ്മളുടെ ഈ കോസ്റ്റൽ ഏരിയനെ അപേക്ഷിച്ച് റിലേറ്റീവ്ലി കുറവാണ്. അപ്പൊ എന്താ സംഭവിച്ചാൽ നമ്മൾ അവിടെ വെയിലത്ത് നിൽക്കുമ്പോഴും നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ വേപ്പറേറ്റ് ആവുന്നുണ്ട്, നമ്മൾ സ്വെറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി കുറവായതുകൊണ്ട് നമ്മൾ എപ്പോൾ സ്വെറ്റ് ചെയ്യുന്ന അപ്പോൾ ഇത് അബ്സോർബ് ചെയ്തെടുക്കും നമ്മുടെ സ്കിന്നിൽ നിന്ന്, മനസ്സിലായി. അപ്പൊ അവിടെ നമുക്ക് വാട്ടർ വേപ്പർ നമ്മുടെ സ്കിന്നിന്റെ മുകളിൽ നമുക്ക് കാണില്ല. പക്ഷെ അതേസമയം ഹ്യൂമിഡിറ്റി കൂടിയ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഓൾറെഡി അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഈ അബ്സോർപ്ഷൻ കുറവായിരിക്കും, റേറ്റ് കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ നമ്മൾ വേർക്കുന്നത്. അപ്പം ഈ നമ്മൾ പറഞ്ഞു വന്ന ഹ്യൂമിഡിറ്റി സെൻസേഴ്സിനെ കുറിച്ചാണ്. അപ്പം എങ്ങനെയാണ് ഹ്യൂമിഡിറ്റി സെൻസേഴ്സ് ഉപകരിക്കാൻ നോക്കാം. Humidity is also known as the relative humidity, is defined as the amount of water vapor in the atmosphere. Just as many machines don't tolerate certain temperatures, humid conditions also present difficulties. എന്തുകൊണ്ടാണ് ഹ്യൂമിഡ് കണ്ടീഷൻസ് പല മെഷീൻസും ഉറപ്പാക്കുന്നത്? ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ അവിടെ എന്താ പറയുക, കൊറോഷൻ സംഭവിക്കാം. പല മെഷീൻസിലും കൊറോഷൻസ് സംഭവിക്കാൻ ഹ്യൂമിഡിറ്റി വലിയൊരു ഫാക്ടറാണ്. ഇതൊരു വാട്ടർ വേപ്പർ ആണ്, അതിലൊരു വാട്ടറിന്റെ പ്രസൻസ് ഉണ്ട്, അതും ഓക്സിജനും കൂടി ചേരുമ്പോൾ സംഭവിക്കാം. അപ്പൊ എന്തെങ്കിലും അയൺ ഇരുമ്പ് ഉള്ള എന്തെങ്കിലും മെഷീൻസ് ആണെങ്കിൽ കൊറോഷൻ സംഭവിക്കാം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സർക്യൂട്ടുകൾ, കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ഒക്കെയാണ്. എന്റെ മദർ ബോർഡോ എന്ത് ഡിവൈസ് ആണെങ്കിലും അതിന്റെ കമ്പ്യൂട്ടിംഗ് പാർട്സ് ഉണ്ടാവും. അതിനകത്തൊക്കെ എന്ത് സംഭവിക്കാം, ഹ്യൂമിഡിറ്റി എഫക്ട് ചെയ്താൽ സർക്യൂട്ട് ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട്. കാര്യം എന്താണ്, ഈ വാട്ടർ വേപ്പറിനകത്ത് നമ്മളുടെ ഇലക്ട്രോലൈറ്റ്സ് കാണാം. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം, അതിനകത്ത് ലോക്കൽ ബാറ്ററി ഉണ്ടാക്കി, ലോക്കൽ ബാറ്ററി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ ഇലക്ട്രിക്കലില്. അപ്പൊ ഇങ്ങനത്തെ സർക്യൂട്ടുകളിലൊക്കെ അത് ബാധിക്കാം. അതുകൊണ്ടാണ് നമ്മുടെ ഹ്യൂമിഡ് ആയിട്ടുള്ള കണ്ടീഷൻ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നു, നമ്മൾ ലാപ്ടോപ്പ്, നമ്മുടെ നോർമൽ ഹ്യൂമിഡിറ്റി റേഞ്ച് അല്ല കേട്ടോ, ഒരു 100% നല്ല ഹ്യൂമിഡ് ആയിട്ടുള്ള കണ്ടീഷൻ. 100% ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ റെയിൻഫോൾ ആണ്. അപ്പൊ റെയിൻഫോളിനകത്ത് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, വേഗമായിട്ട് അറിയാലോ എന്താ കാര്യം. ഇപ്പൊ മഴയത്ത് നമ്മൾ ഫോൺ ഇങ്ങനെ വെച്ചോണ്ടിരുന്നുണ്ടാവും, വെള്ളം അകത്ത് കയറി ഫോൺ ഡാമേജ് ആവും. അതേപോലെ തന്നെ ഇപ്പോൾ 70% ഒക്കെ ഹ്യൂമിഡിറ്റി ഒക്കെ നോർമലാണ്, നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ ചൂടായിട്ടുള്ള കണ്ടീഷൻസിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾ ഈ സ്റ്റീം ബാത്തിനൊക്കെ പോകുമ്പോൾ ഫോൺ എടുത്ത് പുറത്ത് വെക്കും. വേണമെങ്കിൽ അതിന്റെ അകത്ത് ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ സ്റ്റീം ബാത്തിന്റെ സമയത്ത് എന്താണ്, വലിയ ഹ്യൂമിഡിറ്റി ആണ് വരുന്നത്, ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് എയർ ആണ് വരുന്നത്. നമ്മുടെ ഡിവൈസിനകത്ത് കയറി നമ്മുടെ ഡിവൈസ് ഫോൾട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഹ്യൂമിഡിറ്റി മനുഷ്യർക്ക് മാത്രമല്ല എന്താ പറയുക, മെഷീൻസിനും പറ്റും. അപ്പൊ ടു മച്ച് മോയ്സ്ചർ in the air causes condensation, which causes some machinery to corrosion ആണ് സംഭവിക്കുന്നത്. So humidity sensors let you maintain ideal conditions and take action straight away if there is a change. In homes and business, they are used to control heating, ventilating and air conditioning system. ഇപ്പൊ പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളുടെ പ്രൊഡക്ടിവിറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഒരു പ്രോപ്പർ റിസർച്ച് നടത്തുന്നതല്ല, സ്റ്റിൽ ആളുകൾ പറയുന്നത് ആളുകളുടെ പ്രൊഡക്ടിവിറ്റി, മനുഷ്യന്റെ പ്രൊഡക്ടിവിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഹ്യൂമിഡിറ്റി ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, അതായത് ഹ്യൂമിഡിറ്റി കൂടിയ സ്ഥലങ്ങളിൽ പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ വെച്ചാൽ നമ്മളുടെ പല യൂറോപ്യൻ കൺട്രീസിലും അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലും, ഐ മീൻ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്നത്, ഈ സ്ഥലങ്ങളിലൊക്കെ എന്താ സംഭവിക്കുന്നത്, അവിടുത്തെ നാച്ചുറൽ ക്ലൈമറ്റിൽ ഹ്യൂമിഡിറ്റി വളരെ കുറവാണ്. പക്ഷെ അതേസമയം നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ മിക്ക കോസ്റ്റൽ ഏരിയകളിൽ എന്താണ്, നമ്മുടെ രാജ്യത്തെ പോലെ ഡെവലപ്പിംഗ് പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് നടക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഹ്യൂമിഡിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ ഈ ഹ്യൂമിഡിറ്റി ആകുമ്പോൾ ആളുകൾ വേഗം ക്ഷീണിക്കും. അപ്പൊ അവരുടെ പ്രൊഡക്ടിവിറ്റി മൊത്തത്തിൽ ബാധിക്കാനാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവർക്കൊരു ഐഡിയൽ വർക്കിംഗ് എൻവയൺമെന്റ് ഉറപ്പാക്കുക എന്നത് നമ്മളുടെ ഒരു സൊസൈറ്റീന്റെ തന്നെ പ്രൊഡക്ടിവിറ്റിക്ക് അത് സപ്പോർട്ടിങ് ആവുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഈ ഹ്യൂമിഡിറ്റി കൺട്രോൾ നടത്തണം എന്ന് പറയുന്നത്. So they are used in manufacturing plants, hospitals, museums, greenhouses and weather stations in environments that are sensitive to moisture. അതായത് എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മാനുഫാക്ചറിംഗ് പ്ലാന്റ്സിൽ യൂസ് ചെയ്യും ഹ്യൂമിഡിറ്റി സെൻസേഴ്സ്. സാധാരണ ബിൽഡിങ്സ് മാത്രമല്ല, ഹോസ്പിറ്റൽസിലും മ്യൂസിയത്തിൽ എന്തുകൊണ്ടാണ്, അതിനകത്ത് വല്ല പഴയ വല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ടാവുക, ആന്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ടാവുക. അല്ലാത്ത മോയ്സ്ചർ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഒക്കെ വരുമ്പോൾ അതിന് പക്ഷെ കേടുപാട് സംഭവിക്കും. അതുപോലെ തന്നെ ലൈബ്രറികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, എന്തുകൊണ്ടാണ് ബുക്കിനൊരു പൂപ്പൽ നടക്കുന്നത് വെച്ചാൽ, അതൊരു ഫംഗസ് നടക്കുന്നത്. കാര്യം വെച്ചാൽ അവിടെ ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കാം. ഹ്യൂമിഡിറ്റി കൺട്രോൾ പല നമ്മുടെ നാട്ടിലുള്ള സാധാരണ ലൈബ്രറികളൊന്നും പലപ്പോഴും ഹ്യൂമിഡിറ്റി കൺട്രോൾ നടത്താറില്ല. അപ്പൊ എന്ത് ചെയ്യാം, അവിടെ ഫംഗസ് രൂപീകരിക്കാം. പതുക്കെ നമ്മളുടെ ഈ ബുക്സിനൊക്കെ ഇത് ബാധിക്കാം. അതിന്റെ പേപ്പർ ക്വാളിറ്റിയൊക്കെ ബാധിച്ച് ഉപദ്രവിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടാവും. പിന്നീട് ചെതല് കയറാനുള്ള സാധ്യത, അങ്ങനത്തെ പല കാര്യങ്ങളും
ഉണ്ടാവും. അതൊക്കെയാണ് മ്യൂസിയം, ലൈബ്രറി എന്നൊക്കെ വിഷയങ്ങൾ. പിന്നെ ഗ്രീൻ ഹൗസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാലോ, ഒരു കവേർഡ് ഹൗസ് ആയിരിക്കും ഗ്രീൻ ഹൗസ്. അതിനകത്ത് പലപ്പോഴും നമ്മൾ കൃഷി നടത്തുന്നത്, അതിന്റെ പല പരീക്ഷണങ്ങൾ നടത്തുന്നത്. പല രാജ്യങ്ങളിലും നമുക്ക് നാച്ചുറലി അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫാമിംഗ് നടത്താൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഗ്രീൻ ഹൗസസ് വെച്ചാണ് ഫാമിംഗ് ഒക്കെ നടത്തുക. അപ്പൊ അവിടെയൊക്കെ എന്താണ് ഈ ഹ്യൂമിഡിറ്റി സെൻസേഴ്സ് ഒക്കെ വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ വെതർ സ്റ്റേഷൻസ്, അപ്പൊ അവിടെ ഡയറക്റ്റ് നമുക്ക് ഹ്യൂമിഡിറ്റി കിട്ടാൻ കഴിയും. മിക്ക സ്ഥലങ്ങളിലാണ് നമ്മൾ ഹ്യൂമിഡിറ്റി സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഹ്യൂമിഡിറ്റി സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കാം. പിന്നെ ടൈപ്പ് ഓഫ് ഹ്യൂമിഡിറ്റി സെൻസേഴ്സ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ കണ്ട പോലെ ടെമ്പറേച്ചർ സെൻസർ പോലെ തന്നെ കപ്പാസിറ്റീവ് ആയിട്ടുണ്ട്, റെസിസ്റ്റീവ്, തെർമൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. Capacity എന്ന് പറഞ്ഞാൽ with a porous dielectric substance at the center surrounded by two electrodes, the sensor uses water vapor to monitor the humidity. When vapor reaches the electrodes, it creates a voltage change. കൂടുതൽ എക്സ്പ്ലനേഷൻ സീരിയസ്ലി എനിക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത്. ഇത് നിങ്ങൾ ഇലക്ട്രിക്കൽ ബന്ധപ്പെട്ട ആളുകൾക്കായിരിക്കും കൂടുതൽ മനസ്സിലാകുക. അതുപോലെ റെസിസ്റ്റീവ് are less resistance than capacitive. They operate on a similar basis using electrical charge to measure electrical charge to measure relative humidity. However, they use these ions and salts to measure this change to resistance of the electrodes. And next, capacitive and resistive and thermal. Thermal എന്ന് വെച്ചാൽ thermal humidity sensors. Two massive thermal sensors conduct electricity based on humidity of the air surrounding them. One is coated in dry nitrogen, the other measures ambient air. The difference between the measuring the humidity reading. ഇത്രയും കാര്യങ്ങളാണുള്ളത്. എന്തൊക്കെയാണ് കപ്പാസിറ്റി, റെസിസ്റ്റീവ്, തെർമൽ ഹ്യൂമിഡിറ്റി സെൻസേഴ്സ് ആണുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? തെർമൽ സെൻസേഴ്സിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഹ്യൂമിഡിറ്റി സെൻസേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന മോഷൻ ആൻഡ് ഒക്യുപ്പൻസി സെൻസേഴ്സ്. നേരത്തെ പറഞ്ഞ തെർമലും ഹ്യൂമിഡിറ്റി സെൻസേഴ്സും അവിടുത്തെ ലിവിങ് കണ്ടീഷൻസ് ആണ് മെഷർ ചെയ്തിരിക്കുന്നതെങ്കിൽ, നമ്മൾ ഇനി പറയാൻ പോകുന്ന മോഷൻ ഓർ ഒക്യുപ്പൻസി സെൻസേഴ്സ് എന്താണ് ചെയ്യാൻ പോകുന്നത്? ആളുകളുടെ ഒക്യുപ്പൻസി മെഷർ ചെയ്യാനുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനനുസരിച്ച് അവിടുത്തെ കണ്ടീഷൻസ് ഒപ്റ്റിമം ആക്കുക. ഏത് ഏരിയയിൽ എന്തെങ്കിലും ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ കഴിയാം, നമുക്ക് ഏത് ഏരിയയിൽ എന്ത് സ്റ്റോർ തുടങ്ങണം എന്നുള്ള കാര്യം ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ കഴിയാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒക്യുപ്പൻസി സെൻസേഴ്സ് ചെയ്യുന്നത് നമുക്ക് വേണ്ടി. So motion occupancy sensors. Motion sensors pick up on physical movement, whether that's a person, animal, or object in a given area and transform that information to an electrical signal. Motion detection has been used in security industry for years to alert business to intruders. അതായത് മോഷൻ സെൻസേഴ്സ് വെച്ചാണ് നമ്മൾ പല സെക്യൂരിറ്റി ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും സ്ട്രെസ് പാസിങ് നടക്കുന്നുണ്ടോ, എന്തെങ്കിലും പുറത്തുനിന്ന് ഇൻട്രൂഡേഴ്സ് വരുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി മോഷൻ സെൻസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബിൽഡിങ്സ് എന്താണ് ചെയ്യുക, ഇതേപോലെ വല്ല തെറ്റ് നടക്കാൻ സാധ്യതയുണ്ടോ, അവിടെ എന്തെങ്കിലും അൺഓതറൈസ്ഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് നടക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയും മോഷൻ സെൻസർ വെച്ച്. They are found in appliances we use every day like automatic doors, toilet flushers and hand dryers. And ടോയ്ലറ്റ് ഫ്ലഷസ് വലിയ ആപ്ലിക്കേഷൻ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഈ പ്രത്യേകിച്ച് കൊറോണയുടെ കാലത്ത് ഒന്ന് ആലോചിക്കുക, ഈ കൊറോണ കഴിഞ്ഞാൽ പോലും ആളുകൾ എന്ത് ചെയ്യാം, പബ്ലിക് റെസ്റ്റ് റൂംസ്, പബ്ലിക് ബാത്റൂംസ് യൂസ് ചെയ്യാൻ പഠിച്ചു. കാര്യം എന്താണ്, അവിടെ നമ്മൾ കൈ ഉപയോഗിച്ചാണ് ഫ്ലഷ് ചെയ്യാൻ. അത് വലിയൊരു അപകടത്തിലേക്കാണ് പിന്നീട് പോകും. അപ്പൊ ഇങ്ങനത്തെ ഏരിയാസിലൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഫ്ലഷ് അവൈലബിൾ ആണ് എങ്കിൽ എന്താണ് സംഭവിക്കുക, അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഹാൻഡ് ഡ്രയേഴ്സ് ഉണ്ടാവും. ഹാൻഡ് ഡ്രയേഴ്സ് ഇതേപോലെ ഒരു മോഷൻ സെൻസർ വെച്ച് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഓട്ടോമാറ്റിക് ഡോറുകൾ ബിൽഡിങ്ങിൽ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പം നമ്മൾ മാക്സിമം നമ്മൾ ഡയറക്റ്റ് കോൺടാക്റ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. ഓട്ടോമാറ്റിക് ഡോറുകൾ, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഫ്ലഷുകൾ, ഹാൻഡ് ഡ്രയേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. And they can also be used to automate building controls like heating and lighting depending on whether space is occupied, helping to reduce both energy consumption and running costs. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഒക്യുപ്പൻസി ഉണ്ടോ നോക്കിയിട്ട് അവിടുത്തെ ഹീറ്റിങ്ങും ലൈറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഫോക്കസ് ചെയ്യാൻ കഴിയും. So lately though they have found a further use, helping business understand how rooms and space are used. അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു സ്ഥലത്തെ ഹീറ്റിങ്ങും കൂളിംഗ് മാത്രം തീരുമാനിക്കലല്ല, വേറൊരു ആപ്ലിക്കേഷൻ കൂടി ഈ അടുത്തായിട്ട് ഉയർന്നു വരുന്നുണ്ട്. എന്താണ് ആപ്ലിക്കേഷൻ? അവിടുത്തെ ലോക്കൽ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യാം. ഒരു സിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്ട്രീറ്റ് ആയിക്കോട്ടെ, ആളുകൾക്ക് നമ്മൾ കാലങ്ങളായിട്ട് അവിടെ അതിലൂടെ ഡാറ്റ വരും, മോഷൻ സെൻസേഴ്സ് വഴി ആളുകൾ ഏത് ഭാഗത്തേക്കാണ് കൂടുതൽ മൂവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ
ഏത് ഏരിയയിലാണ് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മോഷൻ സെൻസേഴ്സ് വെച്ച് നമുക്ക് സാധനങ്ങളുടെ ഡാറ്റ എടുത്ത് അനലൈസ് ചെയ്ത് നമുക്ക് ഡിസിഷൻസ് ഉണ്ടാക്കാൻ കഴിയും. അതൊരു ബിൽഡിങ്ങിലാണെങ്കിൽ പോലും, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ബിൽഡിംഗ് ആയാൽ പോലും നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. അപ്പം ഓക്യുപ്പൻസിക്ക് ഡിസൈൻ ചെയ്യും. പിന്നെ allow organizations to understand which space gets most use or know which desks or meeting rooms are available at any one time. അതായത് ഒരുപാട് വലിയ ഓഫീസുകളിലൊക്കെ ഒരുപാട് കോൺഫറൻസ് റൂമുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെന്ന് തപ്പണ്ട വരും ഏത് റൂമാണ് അവൈലബിൾ എന്നൊക്കെ. അപ്പൊ അത് നമ്മൾ പലപ്പോഴും ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ആദ്യം നമ്മൾ റിസപ്ഷനിൽ പോയിട്ട് പറയും ഇന്ന റൂം ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ബുക്ക് ആണെന്ന് പറയും. അപ്പോൾ അത് ചെക്ക് ചെയ്യും ആ റൂം ആ സമയത്ത് അവൈലബിൾ ആണോ എന്ന കാര്യങ്ങളൊക്കെ നോക്കും. പക്ഷെ ഇതേ സമയം അവിടെ ചെന്ന് പഴയ ഡയറി ഒക്കെ നോക്കി അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നൊക്കെ നോക്കുന്നതിനേക്കാളൊക്കെ എളുപ്പമാണ് ഈ മോഷൻ സെൻസേഴ്സിന്റെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ റൂമാണ് നിങ്ങൾ നോക്കുന്നത്, ഏത് റൂമിലാണ് മോഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ മനസ്സിലാക്കുക അവിടെ ആൾക്കാരില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ആ റൂമൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനത്തെ മീറ്റിംഗ് റൂമുകൾ, കോൺഫറൻസ് റൂമുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് വേണ്ടി ചെയ്യാൻ കഴിയും. എന്നാണ് വേറൊരു ആപ്ലിക്കേഷൻ. In a large organization, being able to use space more efficiently can lead to huge cost savings, not to mention increased productivity. പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാൻ കഴിയും, കോസ്റ്റ് സേവിങ്സ് ഉണ്ടാക്കുക. ഇത് രണ്ടും കൊണ്ട് മോഷൻ സെൻസർ ചെയ്യാൻ കഴിയും. Motion or occupancy sensors work by detecting infrared energy or by sending out ultrasonic waves or radio waves and measuring the reflection of a moving object. ഒന്നില്ലെങ്കിൽ ഇൻഫ്രാറെഡ് എനർജി. അപ്പൊ ഇൻഫ്രാറെഡ് എനർജി നമ്മളുടെ എല്ലാ യൂണിറ്റ്സും ഇൻഫ്രാറെഡ് എനർജി പുറത്തേക്ക് ഇടുന്നതാണ്. അപ്പൊ ഇൻഫ്രാറെഡ് എനർജി മെഷർ ചെയ്തിട്ടാണ് അവിടെ ആൾക്കാർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ അൾട്രാസോണിക് റേഡിയോ വേവ്സ് വെച്ചിട്ട് അവർ മെഷർ ചെയ്യാം റിഫ്ലക്ഷൻ. ഏതെങ്കിലും രണ്ട് മെത്തേഡൊക്കെ ആയിരിക്കും നോർമലി മോഷൻ സെൻസേഴ്സ് യൂസ് ചെയ്യാം. സോ വി കറന്റ് സപ്ലൈ മോഷൻ സെൻസർ ദിസ് സ്മോൾ വയർലെസ് ഡിവൈസ്. അപ്പൊ ഒരു നോർമലി സപ്ലൈ ചെയ്യുന്നത് പാസീവ് ഇൻഫ്രാറെഡ് മോഷൻ സെൻസേഴ്സ് ആണ്. അപ്പം ദിസ് സ്മോൾ വയർലെസ് ഡിവൈസ് uses two slots made from material that's sensitive to infrared light. When the sensor is idle, both the slots detect the same amount of ambient infrared radiation. When the person enters the sensor's field of view, the movement reaches one half of the sensor before the other. This change between the radiation by the two slots that tells the sensor someone is present. അതായത് നമ്മൾ ATM കണ്ടിട്ടുണ്ടാവും. ATM നമ്മൾ ഈ ഓട്ടോമാറ്റിക് ഡോറുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ വർക്ക് വെച്ചാൽ നമ്മൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സെൻസർ ഒരു സ്ഥലത്ത് നിന്ന് റേഡിയേറ്റ് ചെയ്ത് മറ്റേ സെൻസർ ഇത് ക്യാപ്ചർ ചെയ്യുന്നുണ്ടാവും. നമ്മൾ അതിന്റെ ലെഫ്റ്റ് റൈറ്റും ആയിട്ട് നമ്മൾ അതിന്റെ നടുവിൽ ചെന്ന് നിൽക്കണം ആ ഡോറിന്റെ. അപ്പൊ തന്നെ എന്താവും, ഈ സെൻസർ എന്നുള്ള ലൈറ്റ് കട്ടാവും. അപ്പൊ മനസ്സിലാവും അവിടെ മോഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും. അതൊക്കെ ഓട്ടോമാറ്റിക് ഡോറിന്റെ ഒക്കെ ഫംഗ്ഷൻസ് കണ്ടു. So there are 4 types of motion detector sensors which can be used in different ways. 4 ടൈപ്പ് മോഷൻ ഡിറ്റക്ടർ സെൻസേഴ്സ് ഉണ്ട്. മോഷൻ സെൻസർ പാസീവ് ഇൻഫ്രാറെഡ്, അതാണ് PIR എന്നാണ്, ഇൻഫ്രാറെഡ് വെച്ച്. These sensors work by detecting heat emitted by people. അതായത് നമ്മളുടെ ബോഡി ഞാൻ പറഞ്ഞില്ലേ, ഒരു 60 വാട്ട്സിന്റെ ഹീറ്റ്, 60 വാട്ട്സ് ബൾബ്, ഇൻകാൻഡസൻ ബൾബ് എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നോ അത്രയും ഹീറ്റ് നമ്മളുടെ ഹ്യൂമൻ ബോഡി പുറത്തോട്ട് എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആയിട്ടാണ് ആ ഹീറ്റ് എമിറ്റ് ചെയ്യുന്നത്. അതിനെ ക്യാപ്ചർ ചെയ്യാണ് ഈ IR സെൻസേഴ്സ് ചെയ്യുന്നത്. So when a person enters the sensor's field of view, the sensor detects motion, tells you someone is present within space. The sensor continues to monitor the space and can send you regular occupancy updates. These type of sensors are GDPR and privacy compliant solutions. ഇതൊക്കെ പ്രൈവസി കംപ്ലൈന്റ് ആണ്. അതായത് നമ്മുടെ ഇമേജസ് ഓഫ് പേഴ്സണൽ ഇൻഫർമേഷൻ ഒന്നും ലീക്ക് ആവില്ല. ഇൻഫ്രാറെഡ് പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളുടെ ഒരുപക്ഷെ പേഴ്സണൽ ഇൻഫർമേഷൻ ഒക്കെ ലീക്ക് ആവാൻ സാധ്യത പല സ്ഥലങ്ങൾ പറയുന്നുണ്ട്. CCTV ആണെങ്കിൽ പോലും ഇതേപോലെ നമ്മളുടെ ഇമേജസ് ഒക്കെ എളുപ്പത്തിൽ ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. പക്ഷെ ഈ ഇൻഫ്രാറെഡിന് എന്താണ്, അങ്ങനത്തെ പ്രൈവസി ഇഷ്യൂസ് ഒന്നുമില്ല. Our PIR sensors come in various forms. Some units which sit the walls and ceiling, others which are placed under the desk. They are unobstructive, easy to install, low maintenance, and a great cost-effective option. The desk occupancy sensor, stable occupancy sensor, just നോക്കാം. പിന്നെ റൂം occupancy, cubicle occupancy, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് മോഷൻ സെൻസർ, PIR എന്ന് പറയും. എന്താണത്, പാസീവ് ഇൻഫ്രാറെഡ് എന്ന് പറയും. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെസ്ക് occupancy സെൻസർ, ഒരു മിനിറ്റ്.
ഡെസ്ക് ഓക്യുപ്പൻസി സെൻസർ ആണ് ഉള്ളത്. ഈ സിംപ്ലി സ്റ്റിക്ക് ടു ദ underside of the desk. The PIR sensor has a good covering half of the sensors only. It takes motion with a 180-degree radius. ഇത് കാര്യങ്ങളൊക്കെയാണ് ഡെസ്ക് ഒക്യുപ്പൻസി, ടേബിൾ ഒക്യുപ്പൻസി, പിന്നെ റൂം ഒക്യുപ്പൻസി, ക്യൂബിക്കൽ ഒക്യുപ്പൻസി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. വായിച്ചാൽ മതി. Coupled with a narrow angle lens, this makes highly accurate. It takes just a person under the desk, not a people walking behind or to side of it. അതായത് ഡെസ്ക് ഒക്യുപ്പൻസി നോക്കുന്നത് വെച്ചാൽ ജസ്റ്റ് ഒരു റേഞ്ചിനകത്തുള്ള കാര്യങ്ങളെ കാണിക്കുക. ഡെസ്കിനകത്ത് ആരെങ്കിലും അല്ലെങ്കിൽ ഡെസ്കിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പൊ പുറകിൽ ആരെങ്കിലും നടക്കണ്ടെങ്കിൽ അതൊന്നും അത് മെഷർ ചെയ്യില്ല. നെക്സ്റ്റ് ടേബിൾ ഒക്യുപ്പൻസിയാണ്. Similar to desk sensors, these are stick to the underside on a table and use a narrow angle lens. However, the PIR sensor motion with a 360-degree radius can detect people sitting around the table based on average table height. Detection range is 0.5 meter. ഡിറ്റക്ഷൻ റേഞ്ച് 0.5 മീറ്റർ ഒക്കെയാണ് വരിക. അപ്പൊ അതിനകത്ത് 360 ഡിഗ്രി ഇതിന്റെ അണ്ടർസൈഡിലായിരിക്കും, ടേബിളിന്റെ അണ്ടർസൈഡിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പൊ 360 ഒരു ടേബിളിന് ചുറ്റും എത്ര നിൽക്കുന്നതൊക്കെ മനസ്സിലാകും. ഡെസ്ക് ഒക്യുപ്പൻസി ആണെങ്കിൽ 180 ഉണ്ടാവും. പിന്നെ വെച്ചാൽ റൂം ഒക്യുപ്പൻസി ആണ്. അപ്പൊ ഇപ്പോൾ റൂം ഒക്യുപ്പൻസി എവിടെ വരിക? സ്റ്റിക്ക് ടു ദ ceiling and have a 360-degree field view and use a wide angle lens to detect people within a wider field of view. Based on a typical 2.5 meter ceiling height and 64-degree detection angle, estimated detection range is 5 meter. 5 മീറ്ററിനകത്തുള്ള റേഞ്ചിലുള്ള ആളുകൾ ഒക്യുപ്പൻസി മെഷർ ചെയ്യാൻ കഴിയും. അത് റൂം ഫുള്ള്. പിന്നെ cubicle occupancy. As with the sensors, this detect a 180-degree cubicle, so can be placed on a wall or ceiling of a cubicle to detect people within the space and avoid those walking past. These are great for toilets for meeting cubicles. അതായത് cubicle എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ടോയ്ലറ്റുകൾ, ടോയ്ലറ്റ് സ്പേസുകൾ, അല്ലെങ്കിൽ കഫറ്റേരിയ, ചെറിയ ഓഫീസ് കിച്ചൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഓഫീസിനകത്തുള്ള ചെറിയ കിച്ചൺ, അങ്ങനത്തെ സ്പേസുകളിലൊക്കെയാണ് നമ്മൾ ക്യൂബിക്കൽ ഒക്യുപ്പൻസി സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡെസ്ക് ഒക്യുപ്പൻസി സെൻസർ ആണ്, പിന്നെ ടേബിൾ ഒക്യുപ്പൻസി സെൻസർ ആയി, റൂം ഒക്യുപ്പൻസി സെൻസർ, ക്യൂബിക്കൽ ഒക്യുപ്പൻസി സെൻസർ. എത്രയാണ്? 4 ടൈപ്പ് ഓഫ് PIRs ആയിരുന്നു. പിന്നുള്ളത് സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് സെൻസേഴ്സ് ആണ്. Emit an infrared light beams that reflect off a person and returns back to the sensor. The same time taken to return gives an accurate distance calculation. The sensor uses these measurements to determine if the person is moving towards away from the sensor, make it an effective entry and exit sensor. ആയിട്ടാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ്. അതായത് മനസ്സിലാക്കുന്ന പറഞ്ഞാൽ ഈ ഒരാൾ പേഴ്സൺ ഇസ് മൂവിങ് ടുവാർഡ്സ് ഓർ അവേ ഫ്രം ദ സെൻസർ. ആ മൂവ്മെന്റ്സ് വെച്ച് കാൽക്കുലേഷൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് സെൻസർ എന്ന ഉപയോഗം. മറ്റൊരു പലപ്പോഴും ആളുകളൊരു മോഷൻ വളരെ കുറവായിരിക്കും, ഏതെങ്കിലും ബോഡി മൂവ്മെന്റ്സ് മാത്രമേ മോഷനകത്ത് ഉണ്ടാവുള്ളൂ. ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആളുകളിൽ നടന്നു പോകുന്നതൊക്കെ മെഷർ ചെയ്യാൻ കഴിയും. ആണ് ടൈം ഓഫ് ഫ്ലൈറ്റ് സെൻസേഴ്സിന്റെ ഉപകാരം. അതിനകത്ത് പീപ്പിൾ ഫ്ലോ സെൻസേഴ്സ് ഉണ്ടാവും. ഡിറ്റക്ട് പീപ്പിൾ ആൻഡ് ഡയറക്ഷൻ ഓഫ് എ മൂവ്മെന്റ്. ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു മോണിറ്റർ റിയൽ ടൈം പീപ്പിൾ ഫ്ലോ ഇൻ ആൻഡ് ഔട്ട് ഓഫ് എനി സിംഗിൾ ഒക്യുപ്പന്റ് ഓർ വേ. By direction, they detect people as they walk toward or away from the sensor. It can determine the number of people in the space. This will detect the movement, not faces. They are not cameras, making them privacy and GDPR compliant. അതായത് ക്യാമറകളല്ല, ജസ്റ്റ് സെൻസേഴ്സ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് GDPR compliant ആയിരിക്കും. അതായത് ജനറൽ ഡാറ്റ പ്രൈവസി റെഗുലേഷൻ, ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ. അത് യൂറോപ്യൻ യൂണിയന്റെ ഒരു ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ ആണത്. അപ്പൊ അത് കംപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഇത്തരം കാര്യങ്ങളാണുള്ളത്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് അറേ സെൻസേഴ്സ്, കോണ്ടാക്ട് സെൻസേഴ്സ്, ഗ്യാസ് ക്വാളിറ്റി എയർ സെൻസേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സെൻസേഴ്സ് ഉണ്ട്. ഒരുപാട് സെൻസേഴ്സ് ഉണ്ട്. ഈ സെൻസേഴ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് പഠിക്കാം. ഇത്രയും വെച്ച് നമ്മൾ നിർത്തുകയാണ്. നിങ്ങളുടെ എക്സാമിനുള്ള ടൈം ടേബിൾ പോർഷൻ വരുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ സീരീസിന് എടുത്തത് മുതൽ, കഴിഞ്ഞ സീരീസിന് എവിടം വരെ എടുത്തോ, എനിക്കത് ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂൾ മാത്രമല്ല കഴിഞ്ഞ സീരീസിൽ ഉണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ ഫസ്റ്റ് അസസ്മെന്റ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂൾ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ ഈ അസസ്മെന്റ് എന്തൊക്കെ വരാന്ന് വെച്ചാൽ സെക്കൻഡും തേർഡും ഫോർത്തും വരും. അതായത് തേർഡ് മുതൽ തേർഡ്, ഫോർത്ത്, പിന്നെ ഫിഫ്റ്റിന്റെ നമ്മൾ ഇന്നെടുത്തല്ല, ഈ സെൻസേഴ്സിന് തൊട്ട് മുന്നുള്ള പോർഷൻസ് വരെ നമുക്ക് വരും. കാരണം വരെ IoT കോൺട്രാക്ടേഴ്സ്, സ്മാർട്ട് ബിൽഡിങ്ങിന് തൊട്ട് മുന്നുള്ള കാര്യങ്ങൾ വരെ വരും. സ്മാർട്ട് ബിൽഡിംഗ് ഇല്ല, തൊട്ട് മുന്നുള്ള കാര്യങ്ങൾ. സ്മാർട്ട് ബിൽഡിങ്ങിനകത്താണ് സെൻസേഴ്സ് വരുന്നത്. നമുക്ക് എടുത്തിട്ടില്ല, നമുക്ക് എടുക്കാം. അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സാമിനുള്ള പോർഷൻസ് എന്ന് പറഞ്ഞാൽ തേർഡ് മൊഡ്യൂള്, ഫോർത്ത് മൊഡ്യൂള്, ഫിഫ്ത്ത് മൊഡ്യൂളിൽ സ്മാർട്ട് ബിൽഡിംഗ് മുന്നേ ഉള്ള കാര്യങ്ങൾ വരാം. ഇത്തരമുള്ള കാര്യങ്ങളാണ്, ഇതിന് മുകളിലോട്ടുള്ള കാര്യങ്ങളാണ് വരിക. അപ്പോൾ നമുക്ക് പറയാം,
നിങ്ങളുടെ അസസ്മെന്റിന്റെ പോർഷൻസ് 3rd മൊഡ്യൂളും 4th മൊഡ്യൂളും 5th മൊഡ്യൂളിന്റെ സ്മാർട്ട് ബിൽഡിങ്സ് വരെയുള്ള പോർഷൻ എക്സ്ക്ലൂഡിങ് സ്മാർട്ട് ബിൽഡിംഗ് ഉണ്ടാവില്ല. ഇതാണ് നിങ്ങളുടെ പോർഷൻസ്. ഇതോടുകൂടി ഞാൻ ക്ലാസ് നിർത്തുകയാണ്. താങ്ക് യു ഓൾ.